യെസ്, പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ആശംസിച്ചുകൊണ്ടാണ് ഇന്ന് പ്രഭാത കേരളം ആരംഭിക്കുന്നത്. സ്വാഭാവികമായും എല്ലാവരും ആ ഒരു ആഘോഷത്തിലുമായിരിക്കും. വിശ്വാസികളെല്ലാം തന്നെ പ്രാർത്ഥനയുടെ അകമ്പടിയോടുകൂടി ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസികളൊക്കെ 25 ദിവസം നോയമ്പെടുത്ത് അത് മുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ക്രിസ്മസ്. അങ്ങനെ വലിയ ആഘോഷത്തിലേക്ക് കടക്കുന്നു. വിശ്വാസികൾ മാത്രമല്ല, എല്ലാവരും, കേരളത്തിൽ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നുകൂടിയാണ് ക്രിസ്മസ്. അത് നമ്മുടെ ഒരു പ്രത്യേകത കൂടിയാണ്. അങ്ങനെ ആ ഒരു ആഘോഷത്തിന്റെ നിറവിലേക്ക് എല്ലാവരും കടക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ടാണ് ഇന്ന് പ്രഭാത കേരളം ആരംഭിക്കുന്നത്. പക്ഷേ വാർത്തകളുടെ കാര്യത്തിൽ ഒട്ടും കുറവില്ല. പ്രത്യേകിച്ചും ഇന്ന് പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. മേലധ്യക്ഷന്മാരെല്ലാം തന്നെ ആ വിരുന്നിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ കോവിഡ് കേസുകൾ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നു എന്ന് ചെറിയൊരു ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ വാർത്തകൾ നിരവധിയാണ്. നല്ലൊരു ക്രിസ്മസ് ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. യെസ്, തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകളൊക്കെ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷത്തിലാണ് ലോകം. സഹനത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചു പറയലാണ് ഈ ദിനം. വീട്ടുനക്ഷത്രങ്ങൾ വിശ്രമിക്കുന്നു, കരോൾ ഗാനം നേർത്തലിയുന്നു, തിരുപ്പിറവിയുടെ രാവ് മാഞ്ഞു. പക്ഷേ പുൽക്കൂടുകൾ എപ്പോഴും പൂത്തുനിൽപ്പാണ്. കാരണം ആഘോഷത്തിന്റെ പകലാണിത്. ത്യാഗത്തിന്റെ സന്ദേശം അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നു നമ്മൾ. വിശുദ്ധ ക്രിസ്മസ് ദിനം. സ്നേഹത്തിന്റെ കാഹളം, സഹനത്തിന്റെ വിളംബരം, നിറഞ്ഞു പരന്നൊഴുകുന്നുണ്ട് സമാധാനം. സമ്മാനം പൊതിഞ്ഞ വർണ്ണക്കടലാസുകൾ ബാക്കിയായ ചുവന്ന കൂടയും തോളിലിട്ട് നോക്കി നിൽക്കുന്നുണ്ടാകും സാന്താക്ലോസ്. Dashing through the snow on a one-horse open sleigh, over fields we go, laughing all the way. Oh, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey. ഇന്ന് ഒത്തുചേരലാണ്, പങ്കുവയ്ക്കലാണ് പ്രധാനം. വരൂ, ആഘോഷിക്കാം. ഏവർക്കും ന്യൂസ് 18 ക്രിസ്മസ് ആശംസകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിരാ കുർബാന നടന്നു. സിറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന തിരുപ്പിറവി കുർബാനയ്ക്ക് സഭാ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി.
ഓർത്തഡോക്സ് സഭാ ആസ്ഥാനമായ ദേവലോകം അരമനയിൽ ബസോലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ഭാവിയുടെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്മസ് ശുശ്രൂഷ. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പാതിരാ കുർബാന അർപ്പിച്ചു. രക്ഷകനായ ഈശോയുടെ പുറവിയുടെ സന്ദർഭത്തിൽ മാലാഖമാർ പാടിയ ഗാനമാണിത്. ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകമെമ്പാടും നടക്കുന്നു. ലോകത്ത് നടന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ക്രിസ്മസ്. ദൈവപുത്രൻ്റെ മനുഷ്യജന്മം. തിന്മയിലേക്ക് ചായ്ച്ചിലുള്ള മനുഷ്യന് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള വഴിയാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ. ഈ ഒരു മഹാരഹസ്യമാണ് ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവരെല്ലാവരും ധ്യാനിക്കുന്നത്, പ്രാർത്ഥനാ വിഷയമാക്കുന്നത്, ആഘോഷത്തിന് അടിസ്ഥാനമാക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി. യെസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്ന് ക്രിസ്മസ് വിരുന്നുണ്ട്. മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കുമാണ് ക്രിസ്മസ് വിരുന്ന്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് വിരുന്നൊരുക്കുന്നത്. വിരുന്നിൽ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കും. വിവരങ്ങളുമായി ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ. പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണ് എത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് വിരുന്ന് ക്രിസ്മസ് ദിനത്തിൽ സംഘടിപ്പിക്കുന്നത് ഇത് ആദ്യമല്ലേ? സ്വാഭാവികമായും അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. താനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണമല്ലോ. രഞ്ജിനി, ഇന്ന് ഉച്ചയ്ക്ക് 12:30-ക്കാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് നടക്കുന്നത്. 10 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി പദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 വർഷമാകുന്നു. ഈ 10 വർഷത്തിനിടയിൽ ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കപ്പെടുന്നത്. ഏതായാലും ക്രിസ്മസ് വിരുന്നിനപ്പുറത്തേക്ക് സ്വാഭാവികമായും ഇതിനകത്ത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം 3 മാസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഒപ്പം മണിപ്പൂർ സംഘർഷത്തിൽ അകന്നു നിൽക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തെ, ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം കൂടി ഏതായാലും ഈ ക്രിസ്മസ് വിരുന്നിനുണ്ട്. കാരണം കഴിഞ്ഞ 21-ാം തീയതി മുതൽ സംസ്ഥാനത്തടക്കം സംസ്ഥാനത്ത് സ്നേഹയാത്ര BJP സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കർദിനാൾ മാർ ആലഞ്ചേരിയെ സന്ദർശിച്ചുകൊണ്ട് K. സുരേന്ദ്രനാണ് ഈ സ്നേഹയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഈ മാസം 31 വരെയാണ് സ്നേഹയാത്ര BJP നിശ്ചയിക്കുകയും ചെയ്ത് പ്രധാനമന്ത്രിയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് BJP ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വിവിധ ദേവാലയങ്ങൾ, ഒപ്പം തന്നെ മതമേലധ്യക്ഷന്മാരടക്കമുള്ളവരെ BJP നേതാക്കൾ വിവിധ ജില്ലകളിൽ കാണുകയും ചെയ്തിരുന്നു. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ വിവിധ അധ്യക്ഷന്മാരെ ക്രിസ്മസ് വിരുന്നിനായി ക്ഷണിച്ചിരിക്കുകയാണ്. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, ഗോവ, ഒപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സഭാപ്രതിനിധികളെയും ഈ ക്രിസ്മസ് വിരുന്നിലേക്ക് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ BJP നടത്തുന്നുണ്ട്. പല ചർച്ചകൾ ഈ ഭാഗമായി നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ
പള്ളിയിൽ സന്ദർശിച്ചിരുന്നു ഈസ്റ്റർ ദിനത്തിൽ. ഒപ്പം തന്നെ സമാനമായ രീതിയിൽ സംസ്ഥാനത്തടക്കം ഈ ഈസ്റ്റർ ദിനത്തിൽ വീടുകൾ കയറിയുള്ള പ്രചാരണങ്ങൾ BJP നേതാക്കൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ക്രിസ്മസ് വിരുന്നിനപ്പുറത്തേക്ക് ഇതിന് സ്വാഭാവികമായും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. തീർച്ചയായും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടും മണിപ്പൂർ സംഘർഷത്തിൽ അകന്നു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ഏതായാലും BJP നടത്തുന്നത്. ഏതായാലും 12:30-ക്കാണ് ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. രഞ്ജിനി. യെസ്, അതാണ് സാഹചര്യം. 12:30-ക്കാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് വിരുന്ന് നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇത്തരത്തിൽ മതമേലധ്യക്ഷന്മാരെ ക്ഷണിക്കുകയായിരുന്നു. എന്തായാലും അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാകേഷ് സൂചിപ്പിച്ചവർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ ഇതിന് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഏറെയാണ്. പ്രത്യേകിച്ചും മണിപ്പൂരുമായി ബന്ധപ്പെട്ടൊക്കെ ആ കലാപവുമായൊക്കെ ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന ക്രിസ്തീയ വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം കൃത്യമായി BJPക്ക് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കിനി മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതകളിലെ ഭൂരിഭാഗം പള്ളികളിലും പാതിരാ കുർബാന ജനാഭിമുഖമായി നടന്നു. ചിറ്റൂർ സെയിന്റ് തോമസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് ഒരു വിഭാഗം തടഞ്ഞത് തർക്കത്തിനിടയാക്കി. തുടർന്ന് പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ നീക്കി. കുർബാന തർക്കത്തെ തുടർന്ന് ഒരു വർഷമായി അടഞ്ഞുകിടക്കുന്ന സെയിന്റ് മേരീസ് ബസലിക്ക ദേവാലയം പ്രാർത്ഥനകൾക്കായി ഇക്കൊല്ലവും തുറന്നില്ല. അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഇന്ന് രാവിലെ നടത്തുന്ന കുർബാന മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ച് ഏകീകൃതമായിരിക്കുമെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ അറിയിച്ചു. ക്രിസ്മസ് ദിനത്തിൽ സിനഡ് നിർദ്ദേശമനുസരിച്ച് കുർബാന അർപ്പിക്കണമെന്ന് വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസലും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും സർക്കുലർ നൽകിയിട്ടും ഒരു വിഭാഗം വിശ്വാസികളുടെയും വൈദികരുടെയും എതിർപ്പിനെ തുടർന്ന് വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. തിരുപ്പിറവയുടെ സ്മരണയിൽ സ്നേഹക്കൂട്ടായ്മയിലൂടെ ഒരു ക്രിസ്തുഗീതം. BJP നേതാവ് കൂടിയായ സിജി ഗോപാലാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. KCBC മീഡിയ കമ്മീഷന്റെ സഹകരണത്തോടെയാണ് ഗാനം പുറത്തിറങ്ങുന്നത്. സ്നേഹസ്വരൂപനാം ജീവനാഥ നിൻ കൃപ ചൊരിയണമേ. രാഷ്ട്രീയത്തിനപ്പുറം കൊച്ചിയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സുപരിചിതനാണ് മുത്തുവെന്ന CG രാജഗോപാൽ. ക്രിസ്തുവിന്റെ സ്നേഹവും ദർശനങ്ങളും എന്നും വഴികാട്ടിയാണെന്ന് പറയുന്ന മുത്തു അത് വരികളാക്കി മാറ്റി. എറണാകുളം ചവറ കൾച്ചർ സെന്ററിലാണ് പാട്ടിന്റെ റെക്കോർഡിംഗ് നടന്നത്. BJP ക്രൈസ്തവ മനസ്സുകളിലേക്ക് സ്നേഹയാത്ര നടത്തുന്ന കാലത്താണ് CG രാജഗോപാലിന്റെ പാട്ടുകളും പുറത്തിറങ്ങുന്നത്. ഇതൊരു സ്നേഹക്കൂട്ടായ്മയുടെ, അതിന് വേറെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ നിറവും ഒരു BJPയുടെ പ്രവർത്തകൻ അല്ലെങ്കിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നതിൽ അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഈ നാട്ടിൽ എന്ത് വേണമെങ്കിലും നടത്താമല്ലോ. പക്ഷേ ഇതൊരു സ്നേഹക്കൂട്ടായ്മയാണ്. സുജിത് കുര്യൻ ഈണം നൽകിയിരിക്കുന്ന ഗാനങ്ങൾ ഡോക്ടർ രാഹുൽ ലക്ഷ്മണാണ് ആലപിച്ചിട്ടുള്ളത്. സ്നേഹസ്വരൂപനാം ജീവനാഥ നിൻ കൃപ ചൊരിയണമേ. ചാവറ കൾച്ചർ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ്, KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിബു ഇരമ്പിനിക്കൽ എന്നിവർ റെക്കോർഡിംഗ് ചടങ്ങിൽ പങ്കെടുത്തു. ഗാനം KCBC ന്യൂസ് യൂട്യൂബ് ചാനലിൽ പ്രക്ഷേപണം ചെയ്യും. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ ശുശ്രൂഷയുമായി പരിചയം അധികമില്ലാത്ത സ്നേഹിതരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. കർത്താവ് ജനിച്ചതിന്റെ വലിയ ആത്മീയമായ സന്തോഷത്തിലാണ് നാം ആരാധനപരമായ ഈ ശുശ്രൂഷ നടത്തുക. പള്ളിക്ക് ചുറ്റുമുള്ള ഒരു പ്രദക്ഷിണമല്ല, നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നതിന് വിദ്വാൻമാർ കാഴ്ച സമർപ്പിക്കുവാൻ എത്തിയ അതേ അരൂപിയും അതേ ആത്മീയതയും പ്രത്യേകമായി നാം പ്രാർത്ഥനയോടുകൂടി തലമുറകൾ കാത്തിരുന്ന രക്ഷകനെ കണ്ടതിന്റെ സന്തോഷത്തിൽ അവിടുത്തെ ആരാധിക്കുവാൻ ചെന്നവരുടെ അതേ അരൂപിയിലേക്ക് പ്രവേശിക്കാനുള്ള സമർപ്പണത്തോടുകൂടിയാണ് നമ്മുടെ ഈ പ്രദർശനത്തിൽ സംബന്ധിക്കുക. പുസ്തകം തുറന്ന് എല്ലാവരും ചേർന്ന് തലമുറകൾ തോറും എന്നുള്ള ആ പ്രാർത്ഥന ഗീതമായി ചൊല്ലുന്നു. ഇതിന് നമ്മെ സഹായിക്കാൻ വന്നിരിക്കുന്നവർ മീഡിയ പ്രവർത്തകർ, മറ്റ് സ്നേഹിതരൊക്കെ ഈ പരിശുദ്ധമായ ശുശ്രൂഷയുടെ ഭക്തി നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ കരുതലും ശ്രദ്ധയും ഉണ്ടാകണം. ആണ്ടുകൊണ്ടത്തിൽ ഒരിക്കൽ മാത്രമായി വിശ്വാസ സമൂഹത്തിന്
നൽകപ്പെടുന്ന വിശുദ്ധമായ ഒരു ശുശ്രൂഷയാണ്. അതിൽ എല്ലാവരും ഭക്തിയോടെ പ്രാർത്ഥനാപൂർവ്വം നാം അഗ്നിയെ സമീപിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള വലിയ പ്രകാശം അന്ധകാരത്തിൽ നിന്ന് നമ്മെ സന്ദർശിച്ചു എന്ന പ്രവചന നിറവേറ്റലിന്റെ അനുഭവത്തോട് ചേർത്താണ്. നാം പ്രകാശത്തോട് അടുത്തു വരുമ്പോൾ ദൈവത്തോട് അടുത്തു വരുന്നു. ദിവ്യ ശിശുവിനെ കണ്ടാരാധിച്ച് സന്തോഷത്തോടെ അവർ മടങ്ങിയതുപോലെ പൂർണ്ണമായ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് ദൈവാലയത്തിന് പ്രവേശിക്കുന്നു. ഭക്തിയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയിൽ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്മസിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇതുമായി ക്രിസ്മസുമായി ബന്ധപ്പെട്ട മറ്റൊരു സന്തോഷം നൽകുന്ന വാർത്തയിലേക്കാണ് പോകുന്നത്. 3.5 ഏക്കറിൽ ക്രിസ്മസ് ഗ്രാമമൊരുക്കി വിശ്വാസികൾ. കാട്ടാക്കടയിലാണ് വ്യത്യസ്തങ്ങളായ 15 പുൽക്കൂടുകളും 40 അടി ഉയരവുമുള്ള ക്രിസ്മസ് പാപ്പയും തയ്യാറായത്. 300 കിലോ ഇരുമ്പും 500 കിലോയോളം ഫോമുമാണ് ക്രിസ്മസ് പാപ്പയ്ക്ക് വേണ്ടി വന്നത്. പുൽക്കൂടുകളും ഏദൻ തോട്ടത്തിലെ ആദവും ഹൗവയുമെല്ലാം ഗ്രാമത്തിലുണ്ട്. ഒരു മാസത്തെ പ്രയത്നത്തിലൂടെയാണ് പുൽക്കൂട് ഗ്രാമം ഒരുങ്ങിയത്. 30 അടി പൊക്കമുള്ള ക്രിസ്മസ് ട്രീയും മനോഹരം. 3.5 ഏക്കറിൽ ഏകദേശം ഒരു ക്രിസ്മസ് ഗ്രാമം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. എല്ലാ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഒരു ക്രിസ്മസ് ഗ്രാമം ഒരുക്കിയിട്ടുണ്ട്. 30 അടി ഉയരമുള്ള മനോഹരമായ ഒരു ട്രീ ഒരുക്കിയിട്ടുണ്ട്. പള്ളിവളപ്പിൽ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂട് ഗ്രാമം 31 വരെ പൊതുജനങ്ങൾക്കും കാണാം. ന്യൂസ് 18 തിരുവനന്തപുരം. സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകുന്ന ക്രിസ്മസ് ജാതിമത ഭേദമന്യേ ഏവരും ആഘോഷിക്കുന്ന ഉത്സവമാണ്. ക്രിസ്മസ് അങ്ങനെ നോക്കുമ്പോൾ വിശ്വശാന്തി ദിനം തന്നെയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പേരിൽ ഭിന്നതകൾ ഉണ്ടാക്കുവാനും അശാന്തിയുടെയും അസമാധാനത്തിനെയും വിത്ത് വിതയ്ക്കാനും ചിലർ മുന്നേറുമ്പോഴും മാധ്യമ ചർച്ചകളും മറ്റാശയവിനിമയങ്ങളും അതിനുള്ള വഴികൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം ജാഗരൂകരായിരിക്കണം. ജാതിമത സാമുദായിക രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി വ്യക്തിയുടെ മഹത്വം അംഗീകരിക്കുവാൻ നാം തയ്യാറാകണം. അപ്പോഴാണ് സമാധാനത്തിൻ്റെ ദൂതുമായി ലോകത്തിലേക്ക് വന്ന ഉണ്ണിയേശുവിന് പ്രിയപ്പെട്ട മക്കളായി മാറുവാൻ നമുക്കും കഴിയുകയുള്ളൂ. കേരളീയത്തിന്റെ സ്പോൺസർമാരെ കുറിച്ച് സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു. സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന ലോട്ടറി ഡയറക്ടർ അബ്രഹാം റിനിനും സ്പോൺസർമാരെ കുറിച്ച് അറിയില്ല എന്ന വിവരാവകാശ മറുപടി. ലോട്ടറി ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും വിവരം ലഭിക്കുമെന്നായിരുന്നു നേരത്തെ ടൂറിസം ഡയറക്ടർ പറഞ്ഞത്. കേരളീയത്തിന്റെ സ്പോൺസർമാരെ കുറിച്ചുള്ള വിവരാവകാശ ചോദ്യത്തിന് മറുപടി പറയാതെ സർക്കാർ വകുപ്പുകൾ തട്ടിക്കളിക്കുകയാണ്. ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് മറുപടിക്കായി അലയുകയാണ് വിവരാവകാശ അപേക്ഷകർ. സ്പോൺസർമാരുടെ വിവരം സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനർ കൂടിയായ ലോട്ടറി ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു ടൂറിസം ഡയറക്ടറുടെ മറുപടി. ഇപ്പോൾ സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനറും കൈമലർത്തി. അപേക്ഷ PRDക്ക് കൈമാറിയാണ് ലോട്ടറി ഡയറക്ടർ തടി തപ്പിയത്. 27 കോടി രൂപയാണ് കേരളീയത്തിന്റെ നടത്തിപ്പിനായി സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ചത്. ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു. ഇത് എത്ര തുകയാണ് എന്നോ ആരാണ് സ്പോൺസർമാരെന്നോ ഇതുവരെ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പോൺസർഷിപ്പും ചെലവുകളും സംബന്ധിച്ച ദുരൂഹത വർദ്ധിക്കുകയാണ്. കേരളീയത്തിന്റെ ജനറൽ കൺവീനറായിരുന്ന ചീഫ് സെക്രട്ടറിയും സാംസ്കാരികം, വ്യവസായം, ധനം, GST കമ്മീഷണറേറ്റ് വകുപ്പുകളും വിവരാവകാശ അപേക്ഷയ്ക്ക് ഇതുവരെ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം റൂറൽ പോലീസ് പരിധിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ CCTV സ്ഥാപിച്ച് 9 മാസം കഴിഞ്ഞിട്ടും ക്യാമറകൾ പ്രവർത്തിപ്പിക്കുന്നില്ല. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിൽ ദൃശ്യവും ശബ്ദവും പകർത്താൻ കഴിയുന്ന CCTV ക്യാമറകൾ സ്ഥാപിച്ചത്.
എറണാകുളം റൂറൽ പരിധിയിലുള്ള 35 പോലീസ് സ്റ്റേഷനുകളിൽ 34 ഇടങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചതായാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. എന്നാൽ CCTVയിൽ ശേഖരിച്ച ദൃശ്യങ്ങളും ശബ്ദങ്ങളും സംഭരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ക്യാമറകൾ കമ്മീഷൻ ചെയ്തിട്ടില്ലെന്നാണ് മറുപടി. ക്യാമറകൾ സ്ഥാപിച്ച യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റ് നടത്തിയ തീയതി പരിശോധിക്കുമ്പോൾ പല സ്റ്റേഷനുകളിലും 11 മാസം പിന്നിടുന്നു. എന്നിട്ടും ക്യാമറകൾ കമ്മീഷൻ ചെയ്യാത്തതെന്തെന്ന ചോദ്യത്തിന് ചോദ്യം ബാധകമല്ല എന്ന വിചിത്ര മറുപടിയാണ് നൽകിയിട്ടുള്ളത്. ക്യാമറകൾ സ്ഥാപിച്ച അന്നു മുതൽ ഈ കാലയളവിൽ അത്രയും ട്രയൽ റൺ നടത്തി വരികയാണെന്നും വിവരാവകാശ പ്രകാരം വ്യക്തമാക്കുന്നു. പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം സുതാര്യവും നീതിപൂർവവുമാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് CCTV ക്യാമറകളുടെ പ്രവർത്തനം അനിവാര്യമെന്നാണ് സുപ്രീം കോടതിയും പറഞ്ഞിരുന്നത്. ന്യൂസ് 18 കൊച്ചി. കോവിഡ് JN1 വകഭേദം വീണ്ടും സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ജാഗ്രത. കോഴിക്കോടാണ് 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ തിരുവനന്തപുരത്ത് ഒരാൾക്ക് രോഗം ബാധിച്ചിരുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, പങ്കുവയ്ക്കാൻ പോകുന്ന അത്ര നല്ല വാർത്തയല്ലെങ്കിലും ഹാപ്പി ക്രിസ്മസ്. ഈ കോവിഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കേസുകൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സർക്കാർ വൃത്തങ്ങളും ആരോഗ്യമന്ത്രിയും ഒക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എങ്കിലും കോഴിക്കോട്ടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? 4 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയല്ലോ. രഞ്ജിനി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഇതുപോലെയുള്ള 2-3 ഫേസുകളൊക്കെ അതിജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ കോവിഡ് വ്യാപനത്തെയും വളരെ ഫലവത്തായി തന്നെ അതിജീവിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ലോകത്താകമാനം ഇപ്പോൾ ഒരു കോവിഡ് ആശങ്ക വീണ്ടും വരുത്തിയിരിക്കുന്ന ഒമിക്രോണിന്റെ ഉപവകഭേദമായ ആണ് ഇപ്പോൾ വീണ്ടും JN1 എന്ന രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ കണ്ടു പിന്നീട് ചൈനയിലേക്ക് പടർന്ന വകഭേദമാണ് ഇത്. വ്യാപനശേഷി താരതമ്യേന കൂടുതലെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് 4000 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ അതിൽ 3000 രോഗികളും കേരളത്തിലാണ് എന്നതാണ് ഒരു തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുള്ളത്. വ്യാപനശേഷി കൂടുതലുള്ള ഈ വകഭേദം കൊണ്ട് 17 പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ആദ്യം തിരുവനന്തപുരത്താണ് ഒരാൾക്ക് ഈ വകഭേദത്തിലുള്ള രോഗബാധ സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ 4 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ആണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും ഒരു ആശങ്ക നൽകുന്ന വിവരം. ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 4 പേരുടെ ജീനോം സാമ്പിളുകൾ ജീനോം ടൈപ്പിങ്ങിനായി പൂനെയിലെ ലാബിലേക്ക് അയച്ചിരുന്നു. ഇതിൽ ഉള്ള സാമ്പിളുകളിലാണ് ഇപ്പോൾ കോവിഡ് വകഭേദം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 17 പേരിലധികം ഈ രോഗബാധ മൂലം സംസ്ഥാനത്ത് കോവിഡ് മൂലം മരിച്ചിട്ടുമുണ്ട്. എന്നാൽ നിലവിൽ സ്ഥിതിഗതികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, നിയന്ത്രണ വിധേയമാണ് രോഗബാധ എന്നാണ് പറയുന്നത്. വ്യാപന ശേഷി കൂടുതലാണെങ്കിലും മരണനിരക്ക് വലിയ കാര്യമായി ഉയർന്നിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പ്രായമായവർ, കുട്ടികൾ എന്നിവർ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഗുരുതരമായ രോഗബാധ ഉള്ളവർക്കും ഈ രോഗം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് പറയുന്നു. ആശുപത്രികളിലും മറ്റും മാസ്ക്, രോഗികളും ഈ രോഗികളെ പരിചരിക്കാൻ ചെല്ലുന്നവരും മറ്റും ഉള്ള ആളുകൾ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കുമൊക്കെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനകൾ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കോവിഡ് സമാനമായ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നവരെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ഒരു ഉത്സവകാലമാണ്. ഈ ന്യൂ ഇയർ, ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. ആളുകൾ കൂടുതലായി കുട്ടികളുടെയും മറ്റും അവധിക്കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രകൾ ചെയ്യുന്ന ഒരു കാലമാണ്. ഒത്തുചേർന്ന കൂട്ടായ്മകൾ എന്നിവയൊക്കെ വളരെ സജീവമായി വീണ്ടും ആരംഭിച്ച ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനം വർദ്ധിക്കും എന്ന ഒരു കണക്കുകൂട്ടലും ഉണ്ട്. പക്ഷേ കൃത്യമായ ജാഗ്രത പാലിച്ച് കോവിഡ് പ്രതിരോധ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നത്. ഇപ്പോൾ മാസ്ക് മറ്റുമൊക്കെ നിർബന്ധമാക്കിയ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ആശുപത്രികൾ അതുപോലെ മാസ്ക് അനിവാര്യമായ ഇടങ്ങളിൽ കൃത്യമായി മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മറ്റ് കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കണമെന്ന ഒരു നിർദ്ദേശവും ആരോഗ്യവകുപ്പിൽ നിന്നും എത്തുന്നു. എന്തായാലും ഈ രോഗബാധ വർദ്ധിക്കുന്ന മുറയനുസരിച്ച് ഒരുപക്ഷെ കൂടുതൽ നിയന്ത്രണങ്ങൾ സാവധാനം വന്നേക്കാം. രഞ്ജിനി.
യെസ് അനീഷ്, അതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആദ്യഘട്ടത്തിലെ പോലെ മരണനിരക്ക് ഇതിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ കാര്യമായി ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയാം. അത് ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. നേരത്തെ അനീഷ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ അവധിക്കാലമാണ്, ക്രിസ്മസ് കാലമായിരുന്നു, ന്യൂ ഇയർ കാലം വരുന്നു, ഒപ്പം ഉത്സവകാലം കൂടിയാണ്, ആളുകൾ ഒത്തുകൂടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പകരാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുമാണ്. ആശുപത്രികളിലെ ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? നേരത്തെ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ആശുപത്രിയിൽ പോയാൽ ഒരു പനിയാണോ ജലദോഷമാണോ എന്ന് പറഞ്ഞാൽ കോവിഡ് ടെസ്റ്റ് നിർബന്ധമായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു വരുന്നതൊക്കെ നമ്മൾ കണ്ടു. സാഹചര്യം മാറി, സ്വാഭാവികമായും ആ അവസ്ഥയും മാറി. വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നീട് ഇപ്പോൾ ആരും ചോദിക്കാറ് പോലുമില്ല. അത് അങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആശുപത്രികളിലൊക്കെ ഇത്തരത്തിൽ അസുഖങ്ങളൊക്കെ ആയി പോകുമ്പോൾ ടെസ്റ്റുകൾ നിർബന്ധമാക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ഇനി മുന്നോട്ട് ഒരു ഇത്തരത്തിൽ ഉത്സവ സീസണൊക്കെ കടന്നു പോകുമ്പോൾ വ്യാപനശേഷി ഒരു പക്ഷേ കൂടിയേക്കാം. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, തീർച്ചയായും ഈ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധന, അതായത് രാജ്യത്താകെ 4000 രോഗികളുള്ളപ്പോൾ അതിൽ 3000 രോഗികളും കേരളത്തിലാണ് എന്നതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. കാരണം ഏറ്റവും അധികം പരിശോധനകൾ രാജ്യത്ത് ഇപ്പോഴും നടത്തുന്നത് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് പരിശോധനയുടെ എണ്ണം കൂടുമ്പോൾ രോഗബാധയുടെ എണ്ണം കൂടും എന്ന ഒരു സാമാന്യമായ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇന്നലെ മാത്രം 425 പുതിയ രോഗികൾ ഉണ്ടായി. പക്ഷേ ഈ പുതുതായി ഉണ്ടാകുന്ന രോഗികൾ, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സജീവമായ 3000-ലധികം രോഗികളിൽ ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലുള്ള ആളുകൾ വളരെ കുറവാണ്. അതുതന്നെയാണ് ഒരു ആശ്വാസം പകരുന്നത്. കാരണം ആശുപത്രി കിടക്കുകളും മറ്റും അധികമായി ധാരാളം വേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാവുന്നില്ല. ഈ ഓക്സിജൻ സഹായം നൽകി, അല്ലെങ്കിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തേണ്ട ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ആശുപത്രികളും മറ്റും നിറഞ്ഞു കവിയുന്നതും, അല്ലെങ്കിൽ ആശുപത്രികളിൽ കൂടുതലായി രോഗികളെ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊന്നും നിലവില്ല. അതുകൊണ്ട് നിലവിൽ ഭയം വേണ്ട ഒരു ജാഗ്രത മതി എന്ന പഴയ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഈ വകഭേദത്തിന്റെ, ഈ JN.1 എത്തുന്ന ഒരു സാഹചര്യത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആശുപത്രികളിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കൃത്യമായ ആരോഗ്യ സംവിധാനങ്ങൾ സ്വകാര്യ സർക്കാർ ആശുപത്രികൾ ഉണ്ടാകും എന്ന കാര്യം ഈ ഘട്ടത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ടോ? ഒപ്പം കോഴിക്കോട് ഈ നിപ വൈറസ് ബാധയൊക്കെ വന്ന സാഹചര്യങ്ങളിൽ മുതൽ ഈ അസ്വാഭാവികമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലുള്ള പനികളോ മറ്റോ കണ്ടാൽ വളരെ വിശദമായ പരിശോധനകൾക്കുള്ള പ്രോട്ടോകോൾ നിലവിൽ തന്നെ തയ്യാറാണ്. അതുകൊണ്ട് കൃത്യമായി ഈ രോഗവിവരം കണ്ടുപിടിക്കാൻ കഴിയും. പരിശോധനകൾ കൃത്യമായി നടക്കുന്നു എന്നതാണ് ആശ്വാസമുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ഈ എണ്ണത്തിലെ വർധനവ് ഈ വല്ലാതെ ഭയക്കേണ്ട കാര്യമില്ല. അതിനുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ലഭ്യമാണ്. വ്യാപനശേഷി താരതമ്യേന കൂടുതലാണ്, പക്ഷേ മരണനിരക്ക് കുറവാണ് എന്നതാണ് ഈ പുതിയ വകഭേദത്തിൽ ആശ്വാസമായി നിൽക്കുന്നത്. നിലവിൽ ഒരു തരത്തിലുമുള്ള ഭയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണ്ട. കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അഭികാമ്യം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. രഞ്ജിനി, യെസ്, അതാണ് MS അനീഷ് കുമാറാണ് സാഹചര്യം വ്യക്തമാക്കിയത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നമ്മൾക്കറിയാം ഈ കോവിഡ് കാലത്തെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതയൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും തയ്യാറാണ് താനും. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ച. അനീഷിനും കുടുംബത്തിനും നല്ലൊരു ക്രിസ്മസ് ദിനം കൂടി ആശംസിക്കുകയാണ്. നമ്മൾ ഇനി മറ്റ് വാർത്തകൾ കൂടി നോക്കുകയാണ്. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ NSS ആസ്ഥാനത്തായി എത്തി. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് മന്നം സമാധിയിലെത്തി പ്രാർത്ഥിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് KB ഗണേഷ് കുമാർ. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ അന്തിമ തീരുമാനമായില്ല. എക്സിബിഷൻ തറവാടകയിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് മന്ത്രിമാർ. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം കോടതിയിൽ അറിയിക്കുമെന്ന് മന്ത്രിമാരായ K രാധാകൃഷ്ണനും K രാജനും പറഞ്ഞു. തറവാടക സൗജന്യപ്രദമാക്കണമെന്ന് ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം പ്രദർശനത്തിന്റെ തറവാടക തർക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. പക്ഷേ അന്തിമ തീരുമാനം എടുക്കാനായില്ല. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനെയും റവന്യൂ മന്ത്രി K രാജനെയും ആവശ്യങ്ങൾ അറിയിച്ചു. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം കോടതിയിൽ അറിയിക്കാമെന്ന് മന്ത്രിമാർ പറഞ്ഞു. ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന ദേവസ്വം അംഗങ്ങൾ ഭൂമി സൗജന്യമായി വിട്ടുകിട്ടണമെന്ന് ആവർത്തിച്ചു. തറവാടകയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ
ഇത് പൊതുയോഗത്തിലും പല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് വന്നത്. പ്രത്യേകിച്ച് തുകയുടെ കാര്യത്തിലും അല്ലെങ്കിൽ സൗജന്യമായിട്ട് തരും അത്തരം കാര്യങ്ങളൊരു തീരുമാനമായിട്ടില്ല. അതാവാത്ത സ്ഥിതിക്ക് ഇത് അറിഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വർദ്ധിച്ച തുകയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ പഴയ സ്റ്റാൻഡിൽ നിന്നും ഒരു അടുവണ വിട്ടുമാറാൻ തീരുമാനമില്ല. ഞങ്ങൾ കൈവശം വെച്ച് ഞങ്ങൾ നടത്തിയിരുന്ന പാർക്കിംഗ് ഏതാണ്ട് 30-40 ലക്ഷം രൂപയ്ക്ക് പുറത്തേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷന് യാതൊരു വാലിഡിറ്റി ഇപ്പം ഇല്ല. പൂരത്തെ തടസ്സപ്പെടുത്തുന്നതൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്ന് മന്ത്രിമാർ മറുപടി നൽകി. ഏതു സാഹചര്യത്തിലും പൂരം ഗംഭീരമായി നടത്തും. എന്തായാലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എന്നുള്ളതൊരു വലിയ വികാരമാണ്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരു രീതിയിലുള്ള ഇടപെടലും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകില്ല. എന്തായാലും ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്യും. അപ്പോൾ തൃശ്ശൂർ പൂരം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കും, ഒരു സംശയമില്ല. എക്സിബിഷനായി ഭൂമി സൗജന്യമായി വിട്ടുനൽകണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടതായി TN പ്രതാപൻ MP പറഞ്ഞു. ഹൈക്കോടതി 4-ന് കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനം. ന്യൂസ് 18 തൃശൂർ. ഇനി പോകാം ശബരിമല വാർത്തകളിലേക്ക്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്ക് ആണ് അനുഭവപ്പെടുന്നത്. പോലീസിന്റെ കണക്കിൽ 1,969 തീർത്ഥാടകരാണ് ഇന്നലെ 18-ാം പടി കയറിയത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടുത്ത നിയന്ത്രണമുണ്ട്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുമുണ്ട്. CV അനുമോദ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനുമോദ്, ഹാപ്പി ക്രിസ്മസ്. അത് ആദ്യം തന്നെ പറയുകയാണ്. എന്താണ് ഈ ക്രിസ്മസ് പുലരിയിൽ സന്നിധാനത്തെ കാഴ്ചകൾ? ഈ തിരക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മണ്ഡലകാലത്തെ റെക്കോർഡ് തിരക്കിലേക്ക് കഴിഞ്ഞ ദിവസത്തും കാര്യങ്ങൾ എത്തി. എങ്ങനെയാണ് നിയന്ത്രണങ്ങളൊക്കെ? എങ്ങനെയാണ് എങ്കിലും കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായി തന്നെ സന്നിധാനത്ത് പോകുന്നില്ലേ? ഗുഡ് മോർണിംഗ് രഞ്ജിനി, ഹാപ്പി ക്രിസ്മസ്. ഇവിടെ പക്ഷേ സന്നിധാനത്ത് നമുക്ക് ഇന്ന് തിരക്കിൻ്റെ കാര്യങ്ങളാണ് ആദ്യം പങ്കുവെക്കാനുള്ളത്. സന്നിധാനം ഈ ഒരു മണ്ഡലകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തിരക്ക്. സാധാരണ മകരവിളക്കിനൊക്കെ അനുഭവപ്പെടുന്ന ഒരു തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 1,969 പേർ കയറി എന്നുള്ളത് റെക്കോർഡ് സംഖ്യയാണ് ഈ ഒരു മണ്ഡലകാലത്തെ. അത് പോലീസ് പറയുന്നത് 1,969 എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അയ്യപ്പന്മാർ ഇന്നലെ മലയിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. വലിയ തിരക്ക്. ഇന്നലെ നീലിമല വരെ അയ്യപ്പന്മാരെ നിയന്ത്രിക്കുമ്പോൾ വരി നീണ്ടു ഇടുന്നു. നീലിമലയൊക്കെ എത്തുന്നത് അത്രയും തിരക്ക് കയറുമ്പോൾ മാത്രമാണ്. ഇന്നും നീലിമലയ്ക്ക് സമീപം അവസാന ദിന നീലിമല വരേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് അതീവ 5000-ത്തിലധികം പേരെ ഇന്നലെ 18-ാം പടി കയറ്റി വിട്ടിട്ടാണ് ഈ തിരക്ക് ഇത്രയെങ്കിലും നിയന്ത്രണ വിധേയമാക്കിയത്. ഡ്യൂട്ടി ടേൺ കഴിഞ്ഞ പോലീസുകാർ വീണ്ടും ഡ്യൂട്ടിക്ക് വരികയും ഉള്ള പോലീസിന്റെ പരമാവധി വിനിയോഗവും കരുത്തും വിനിയോഗിച്ചാണ് ഇപ്പോഴെങ്കിലും ഈ കാണുന്ന തരത്തിലെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. 2-3 പ്രശ്നങ്ങളാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത്. ഒന്ന്, ഇപ്പോൾ മുൻപ് ഉണ്ടാകാത്തത്ര രീതിയിൽ സത്രം വഴിയും പുല്ലുമേട് വഴിയുമൊക്കെയുള്ള അയ്യപ്പന്മാരുടെ വരവ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് മുൻപുണ്ടായതിനേക്കാൾ ഇരട്ടിയായിട്ടുണ്ട്. രണ്ടാമതായിട്ട് പമ്പയിൽ നിന്ന് ഇപ്പോൾ സന്നിധാനത്തേക്ക് മണിക്കൂറുകളെ നിയന്ത്രണത്തിൻ്റെ ഇടവേളകളിലാണ് അയ്യപ്പന്മാരെ കടത്തിവിടുന്നത്. അതായത് അരമണിക്കൂറും 1 മണിക്കൂറും കാത്തുനിന്നാൽ മാത്രമേ ഒരു സെഗ്മെന്റ് പമ്പയിൽ നിന്ന് കയറ്റിവിടുകയുള്ളൂ. അങ്ങനെ കയറ്റിവിട്ടാൽ തന്നെ അത് ശബരിപീഠം മുതൽ പോലീസിന്റെ നിയന്ത്രണങ്ങൾ തുടങ്ങും. ആ നിയന്ത്രണങ്ങൾ സന്നിധാനത്ത് എത്തും വരെയുണ്ട്. സന്നിധാനത്ത് തിരക്ക് കുറവുണ്ടെങ്കിൽ പോലും സന്നിധാനത്തെത്താൻ ചിലപ്പോൾ 15-20 മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു തിരക്ക് ഉള്ളത് കൊണ്ട് തന്നെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ തുടങ്ങി കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ എല്ലാ ഇടത്താവളങ്ങളിലും അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് പോലീസ്. അവിടെ സന്നിധാനത്തെ പമ്പയിലെ തിരക്ക് നിയന്ത്രണ വിധേയമായതിനു ശേഷമേ അവിടെ നിന്നും വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. അത്രയും കടുത്ത നിയന്ത്രണം, അത്രയും കടുത്ത തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കാരണം ഇത് മണ്ഡലപൂജ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി. ക്രിസ്മസിന്റെ അവധി ദിവസങ്ങളാണ്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം, ഇന്നലെ 90,000 മുകളിൽ വിർച്വൽ ക്യൂ ബുക്കിങ്ങിലെ പകുതിയോളം പേർ ഇപ്പോഴും മല കയറിയിട്ടില്ല. അവരെല്ലാം മണിക്കൂറുകളായിട്ട് സന്നിധാനത്തേക്കുള്ള വഴിയിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതിന് പുറമെ ഇന്ന് ദർശനത്തിലുള്ളവർ പമ്പയിലേക്കുള്ള വഴിയിൽ പലയിടത്തും തടഞ്ഞു നിർത്തപ്പെടുകയാണ്.
അപ്പോൾ ഇനിയും തിരക്ക് കൂടും. ഇന്നലെ ദർശനം കഴിയാത്തവർ ഇവിടെ സന്നിധാനത്ത് തുടരുന്ന അവസ്ഥ, ദർശനത്തിനവർ പമ്പയിൽ നിന്നുള്ള വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു. അപ്പോൾ വലിയൊരു തിരക്കിലേക്കാണ് സന്നിധാനം ചെന്നെത്തിയിട്ടുള്ളത്. ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്കാണ്. 24 മണിക്കൂർ വരെ വരി നിൽക്കേണ്ടി വന്നാലും അത്ഭുതപ്പെടേണ്ടാത്ത സാഹചര്യത്തിലേക്കാണ് പോയിട്ടുള്ളത്. പോലീസ് അവരുടെ പരമാവധി ചെയ്യുന്നുണ്ട്. മണിക്കൂറിൽ 5000-ലധികം പേരെ 18-ാം പടി കയറ്റുന്നുണ്ട്. ഉള്ള ഫോഴ്സ്, അതായത് ഇവിടെ ഡ്യൂട്ടിയിലുള്ള ഫോഴ്സ് ഡ്യൂട്ടി തീർന്നതിന് ശേഷവും ഈ ഒരു സേവനത്തിൽ തുടരുന്ന അവസ്ഥയുണ്ട്. പരമാവധി സ്ഥലങ്ങളിൽ പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയ്യപ്പന്മാരുടെ ഒഴുക്ക് വളരെ അതിശക്തമാണ്. മുൻപ് മകരവിളക്ക് സമയത്ത് മാത്രം കാണുന്നത്ര തിരക്കിലേക്കാണ് സന്നിധാനം എത്തിയിട്ടുള്ളത്. അയ്യപ്പന്മാർ ഏറെ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം വരും. അതേ ഒരു അത്തരത്തിലേക്കുള്ളൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും വലിയ തിരക്കിലേക്ക്, കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ് സന്നിധാനത്തെ സാഹചര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. മണ്ഡല പൂജ 27-ാം തീയതിയാണ്. 26-ാം തീയതി നാളെ തങ്കയങ്കി സന്നിധാനത്തെത്തും. നാളെ വൈകുന്നേരത്തുമാണ് തങ്കയങ്കി ചേർത്തുള്ള ദീപാരാധന. 27-ാം തീയതി 11:30-ക്കാണ് 10:30-ക്കും 11:30-ക്കുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചേർത്തിയുള്ള മണ്ഡലപൂജ. പക്ഷേ ഇവിടെ തിരക്ക് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. രഞ്ജിനി, അനുമോദ, ഇതിലിപ്പോൾ നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. സന്നിധാനത്ത് നിന്ന് തിരക്കിങ്ങനെ അനിയന്ത്രിതമായി തുടരുമ്പോൾ അതിന്റെ ദുരിതം ഏറ്റവും അധികം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ്. പ്രത്യേകിച്ച് ഈ സമയം എന്ന് പറയുന്നത് അവധിക്കാലം കൂടിയാണ്. സ്വാഭാവികമായും കുട്ടികൾ നിരവധി എത്തുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിക്കണ്ടുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ചും അത്രയധികം സമയമൊന്നും കുട്ടികൾക്ക് ഈ ക്യൂവിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യങ്ങളായാലും അങ്ങനെ തന്നെ. പ്രായമായ സ്ത്രീകളൊക്കെ അത്രയധികം ക്യൂവിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ഒരു സാഹചര്യമാണ്. പ്രത്യേക ക്യൂ ഒക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏർപ്പെടുത്തിയത്. അതിന്റെയൊക്കെ ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് സന്നിധാനത്ത്? സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പ്രത്യേകം സൗകര്യമുണ്ട്. കാരണം കുട്ടികൾക്കും പ്രായമാർക്കും പ്രത്യേക ക്യൂ ഉണ്ട്. ഇപ്പോൾ ഞാനിതിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഇതുവഴി കുട്ടികൾക്ക് വേണ്ട ദർശനം അവിടേക്ക് കൊണ്ടുപോവുകയാണ് കുട്ടികളെപ്പോഴും. സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ദൂരം അത് കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ഈ മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയുള്ള പല ഭാഗങ്ങളിലും വളരെ ചെങ്കുത്തായ വീതി കുറഞ്ഞ വഴികളാണ്. രണ്ട് വശവും കമ്പിയാണ്. ആ കമ്പിക്കൂടുകൾക്കിടയിലാണ് അയ്യപ്പന്മാർ കാത്തു നിൽക്കുന്നത്. അത്രയും അധികം സമയം കാത്തു നിൽക്കുമ്പോൾ അവർക്ക് ഭക്ഷണമോ വെള്ളമോ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകണമെന്നില്ല. അവർക്ക് വെള്ളം കൊടുക്കുന്നതിന് അയ്യപ്പന്മാർക്ക് ആളുകൾക്ക് പോകുന്നതിന് പോലും വഴി വളരെ വീതി കുറഞ്ഞതാണ്. അവിടെ വളരെ കുത്തനെയുള്ള ഇറക്കമാണ് ഒരു വശത്തുള്ളത്. പ്രായോഗികമായിട്ട് അവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ മണിക്കൂറുകൾ വരി നിൽക്കുമ്പോൾ അവിടെ പമ്പ മുതൽ സന്നിധാനം വരെ കൃത്യമായി എല്ലായിടത്തും വെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഭക്ഷണം, ബിസ്ക്കറ്റ് പോലെ ചെറിയ ലഘുഭക്ഷണങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ കഴിയും. അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യങ്ങളൊന്നും ഇത്രയും മണിക്കൂർ കാത്തു നിൽക്കുമ്പോൾ അവിടെ ചെയ്തു കൊടുക്കാൻ പ്രായോഗികമായിട്ട് കഴിയുകയില്ല. ഇതിന് പ്രായോഗിക പ്രശ്നമുണ്ട്. ഇത് നമുക്കറിയാം. ഇതൊരു കാനന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയന്ത്രണങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ എന്തെങ്കിലും ചെറിയ ഒരു ഷെഡ് കെട്ടാൻ പോലും കേന്ദ്രത്തിൻ്റെയും വനംവകുപ്പിൻ്റെയും അനുമതി ആവശ്യമാണ്. അപ്പോൾ പരിമിതികൾ ഒരുപാടുണ്ട്. ഈ പരിമിതികൾക്കിടയിൽ വലിയ തിരക്ക് കൂടി വരുമ്പോൾ എല്ലാം കാര്യങ്ങൾ ഗുരുതരമാവുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസിൻ്റെയും മറ്റ് ഫോഴ്സിൻ്റെയും എല്ലാം സേവനം അവരുടെ പരമാവധി അവർ ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ ഇന്നലെ രാത്രി മുതൽ അവരെ കാണുന്നതാണ്. ഡ്യൂട്ടി കഴിഞ്ഞു പോയ പോലീസുകാരൊക്കെ രണ്ടാമത് ഡ്യൂട്ടിക്ക് എത്തുക. അതായത് ഇവിടുത്തെ ഏറ്റവും കഠിനമായ ജോലി 18-ാം പടിയിൽ അയ്യപ്പന്മാരെ വലിച്ചു കയറ്റുന്നതാണ്. മണിക്കൂറിൽ 4000 പേരെയാണ് സാധാരണ കയറ്റുന്നത്. ഇന്നലെ 5000-ലധികം പേരെയാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം കൃത്യമായ അവരുടെ സേവനം അവർ പരമാവധി വിനിയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ തിരക്ക് ഇത് നിയന്ത്രണ വിധേയമാവാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകം പറയുന്നതാണ്, സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രായമായവർക്കും കുട്ടികൾക്കുമൊക്കെ പ്രത്യേക ക്യൂവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സന്നിധാനം വരെ എത്തുക എന്നുള്ളത് ഈ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും. അവിടെ അതിൻ്റെതായ പരിമിതികൾ ദേവസ്വം തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ മണ്ഡലകാലം അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. മണ്ഡലപൂജ മറ്റന്നാളാണ്. അപ്പം ഇനിയും തിരക്ക് കൂടിയേക്കാം. അപ്പൊ അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ആ ഒരു കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏത് രീതിയാണ്? ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മകരവിളക്കിനായി നട തുറക്കുമ്പോഴും അപ്പോഴും ഈ മകരവിളക്ക് കാണാൻ നിരവധി ആളുകളാണ് കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിരവധി ആളുകൾ ആ മകരവിളക്കിന്റെ സീസണിലും എത്തും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദേവസ്വത്തിന്റെ ക്രമീകരണങ്ങൾ ഇനി എങ്ങനെയാണ്? തിരക്ക് വർദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമല്ലാണ്ട് കാര്യങ്ങൾ പോയേക്കാം. അതുകൊണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള എങ്ങനെയാണ് അവർ ഈ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നത്? ഒപ്പം ഈ മണ്ഡലപൂജയുടെ സന്നിധാനത്തെ ഒരുക്കങ്ങൾ കൂടി പറയാം.
രഞ്ജിനി, തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യം ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം. കാരണം തിരക്ക് അനിയന്ത്രിതമായി കഴിഞ്ഞാൽ സന്നിധാനത്ത് എത്തുന്നവർക്ക് ദർശനത്തിന് പോലും കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ പരമാവധി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റി വിടുക എന്നുള്ളൊരു കാര്യമാണ് പ്രായോഗികമായിട്ട് ഇതിലിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുൻപ് നമ്മൾ ഏറ്റവും അധികം വിമർശിച്ചിരുന്നത് നിലയ്ക്കലിൽ അയ്യപ്പന്മാരെ മണിക്കൂറുകൾ പിടിച്ചിടുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ അതിലൊരു മാറ്റം വന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ പിടിച്ചിടേണ്ടി വരുന്നുണ്ട്, മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ അവർക്ക് കാത്തു നിൽക്കുന്ന ഇടങ്ങളിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്നുണ്ട്, പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. അതെല്ലാം ഉള്ള ഇടത്താവളങ്ങളിലാണ് അവരെ നിയന്ത്രിക്കുന്നത്. അവിടെ നിന്നും പമ്പയിലേക്ക് അയ്യപ്പന്മാരെ കടത്തിവിടുന്നത് പമ്പയിലെ തിരക്ക് അനുസരിച്ചാണ്. അതായത് പമ്പ മുതൽ സന്നിധാനം വരെ എങ്ങനെ പോയാലും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ എന്നുള്ളതിന് നമുക്ക് തൽക്കാലം അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അംഗീകരിക്കൽ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം മറ്റൊരു പോംവഴി അതിനില്ല. ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തെത്തുന്ന അയ്യപ്പന്മാരുടെ തിരക്കിനൊപ്പം തന്നെ പുല്ലുമേട് വഴിയുള്ള അയ്യപ്പന്മാരുടെ എണ്ണം കൂടിയതോടെ കാര്യങ്ങൾ വളരെയധികം തിരക്കിലേക്ക് എത്തുന്നൊരവസ്ഥ. അപ്പോൾ ഇവിടെ എത്തുന്നവർക്ക് പരമാവധി സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, ഇവിടുത്തെ തിരക്കിനനുസരിച്ച് സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ കയറ്റിവിടാനുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ഫോഴ്സിനെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ ഡിപ്ലോയ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. നിലവിലുള്ളത് പരമാവധി ഫോഴ്സിന്റെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൂടുതൽ പോലീസിനെ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യത ഈ മണ്ഡലപൂജയെ സംബന്ധിച്ച് അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്താണെങ്കിലും മണ്ഡലപൂജ ദിവസവും അതിന് തലേ ദിവസവും, അതായത് 26, 27 തീയതികളിൽ വിർച്വൽ ക്യൂ ബുക്കിംഗ് 60,000-ലും 70,000-ലും നിയന്ത്രിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ തരത്തിലുള്ള തിരക്ക് തുടരുമ്പോൾ അതിന് മുൻപുള്ള ദിവസങ്ങളിൽ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തെത്തിയവർക്ക് പോലും ദർശനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ വരി പിന്നെയും നീണ്ടുപോകും. അപ്പോൾ അത്തരത്തിൽ ഒരു തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മണിക്കൂറുകൾ കാത്തുനിന്നേ ഇവിടേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു പക്ഷേ പത്തനംതിട്ട, കോട്ടയം ജില്ലയിലെ വിവിധ ഇടത്താവളങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ പമ്പയിലായിരിക്കാം. പമ്പയിൽ നിന്നുള്ള സന്നിധാനത്തേക്കുള്ള വഴി അത് 4.5 കിലോമീറ്റർ ആണെങ്കിലും 20 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് ഇവിടെയുള്ളത്. കാരണം അത്രമാത്രം ജനനിബിഡമാണ് ശബരിമല ഇപ്പോൾ. യെസ്, അനുമോദാണ് ശബരിമലയിലെ കാര്യങ്ങൾ വിശദീകരിച്ച്. അനുമോദ്, ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് അനുമോദ്, ഈ മണ്ഡലകാലത്ത് എല്ലാ തവണയും ശബരിമലയിൽ റിപ്പോർട്ടിങ്ങിന് പോകാറുണ്ട്. പക്ഷേ ക്രിസ്മസ് ആദ്യമായാണോ ശബരിമലയിൽ ആഘോഷിക്കുന്നത്? എന്താണ്, ആദ്യമാണോ ക്രിസ്മസ് ഈ ശബരിമലയിൽ ഉണ്ടാവുന്നത് അനുമോദ്? അല്ല, ശബരിമലയിൽ ഏറെക്കുറെ മണ്ഡലപൂജയും ക്രിസ്മസും ഒക്കെ ഒരേ സമയത്താണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ദിവസവും സാധാരണഗതിയിൽ മണ്ഡലപൂജ റിപ്പോർട്ടിങ്ങിൻ്റെ സമയമാണെങ്കിൽ ഇവിടെ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് നമുക്ക് ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും ഇവിടെ നമ്മൾ ഓർമ്മയിൽ പോലും വരില്ല. സത്യത്തിൽ ശബരിമല സന്നിധാനത്ത് നമ്മളൊരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ ദിവസമോ തീയതിയോ ഒന്നും നമുക്ക് ഓർമ്മയിലല്ലാത്തൊരവസ്ഥ. കാര്യം എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെയാണ് ഇവിടെ കടന്നു പോവുക. രാവിലെ മുതൽ നമ്മൾ അയ്യപ്പന്മാരുടെ ഇടയിലാവുന്നു, ഈ കാര്യങ്ങൾ തിരക്കിനിടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ടൈം ലൂപ്പിൽ എന്ന പോലെയാണ് ശബരിമലയിൽ നമ്മൾ റിപ്പോർട്ടിങ്ങിന് എത്തുക. സ്വാഭാവികമായിട്ടും അത് എല്ലാ വിശേഷം ശബരിമലയിലെ വിശേഷ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മറ്റൊരു പ്രത്യേകതയുള്ള ദിവസമായി തോന്നുക. ഇതിപ്പോൾ ക്രിസ്മസ് ആണെന്ന് രഞ്ജിനി പറയുമ്പോഴും ക്രിസ്മസിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളൊന്നും അല്ലല്ലോ നമുക്കിവിടെ കാണാനും ചുറ്റും കേൾക്കാനും ഒക്കെ ഉള്ളത്. ഇതൊരു തിരക്കിൻ്റെ ക്രിസ്മസ് ദിനമാണ് ശബരിമലയിലുള്ളത്. ഈ ഒരു എന്നെ സംബന്ധിച്ച് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ശബരിമല നിൽക്കുമ്പോൾ ആളുകൾ കൂടുതൽ ഒഴുകിയെത്തുന്ന, ആളുകൾ ഏറ്റവും അധികം എത്തുന്ന ദിവസങ്ങളിൽ ഒന്നായിട്ട് ഇപ്പോൾ മാറി ഈ ഒരു തിരക്ക്. ഇത് ഇന്നലെ സത്യം പറഞ്ഞാൽ ഈ നീലിമലയിലൊക്കെ ആളുകളെ നിയന്ത്രിച്ച്, അതായത് ശബരിപീഠത്തിൽ ആണ് അയ്യപ്പന്മാരെ നിയന്ത്രിക്കുക. അതിന് ടൈലൻഡ് ആണ് നീലിമല. നീലിമല എന്ന് വെച്ചാൽ അത്രയും കുത്തനെയുള്ള സ്ലോപ്പായിട്ടുള്ള ഒരു ഇടമാണ്. അത്രയും അപകടകരമായ അവസ്ഥയാണ് അവിടെ. അവിടേക്ക് ഒരു അയ്യപ്പന്മാരുടെ വരി എത്തി എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. അത്രയും അധികം തിരക്കിലേക്ക് സന്നിധാനം എത്തുന്നത് ക്രിസ്മസ് ദിനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തിരക്കുണ്ടായിട്ടുണ്ട്. ഇനിയൊരു 2 ദിവസവും സമാനമായ രീതിയിൽ തന്നെ ഒരു തിരക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാണെങ്കിലും ഈ ഒരു ക്രിസ്മസ് ദിനം അയ്യപ്പന്മാരുടെ തിരക്കിനൊപ്പം ഞാനും ധനേഷും അങ്ങ് ആഘോഷിക്കുകയാണ്. യെസ്, അതാണ് അവിടുത്തെ സാഹചര്യം. അനുമോദനും ധനേഷിനും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു, നല്ലൊരു ദിനം കൂടി ആശംസിക്കുകയാണ്. എന്തായാലും മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് അയോധ്യയിലേക്ക് വലിയ വിശ്വാസ പ്രവാഹമാണ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. 350 കോടി ചെലവിട്ട് നിർമ്മിച്ച ശ്രീറാം വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഈ മാസം 31-നാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുക. ലോകമാകെയുള്ള ഹൈന്ദവ വിശ്വാസികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് അയോധ്യ. എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ജനുവരി 22-നാണ് രാമക്ഷേത്രത്തിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങെങ്കിലും ജനുവരി 16-ന് ചടങ്ങുകൾ ആരംഭിക്കും. 2000-ഓളം സന്യാസികളാണ് ഈ ചടങ്ങുകളിൽ കാർമ്മികരാവുക.
ഏതാണ്ട് ജനുവരി 2ാമത്തെ ആഴ്ചയോടെ തന്നെ അയോധ്യയിലേക്ക് വിശ്വാസി പ്രവാഹം തുടങ്ങുമെന്നാണ് രാമജന്മഭൂമി തീർത്ഥ് ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുൻപായി അയോധ്യാപുരി സജ്ജമാക്കാനാണ് ശ്രമങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട ഒന്ന് അയോധ്യ ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഡിസംബർ 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ വിമാന കമ്പനികളാണ് ആദ്യത്തെ സർവീസുകൾ ആരംഭിക്കുക. വിമാനത്താവള ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ വിമാനങ്ങൾ ആദ്യ ദിവസം തന്നെ സർവീസ് നടത്തും. ഡൽഹിയിൽ നിന്നാണ് ഈ സർവീസുകൾ. സാധാരണ സർവീസ് ജനുവരി 16-നാണ് ആരംഭിക്കുക. അയോധ്യയിലേക്കുള്ള ആദ്യ വിമാനം ഡൽഹിയിൽ നിന്ന് 30-ന് രാവിലെ 11-ന് പുറപ്പെടും. അയോധ്യയിൽ ഉച്ചയ്ക്ക് 12:20-ന് ലാൻഡ് ചെയ്യും. 2:10-ന് ഡൽഹിയിലെത്തും. ഡിസംബർ 30-ന് ഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്കും തിരിച്ചും ഉദ്ഘാടന സർവീസ് ഇൻഡിഗോയും നടത്തുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന് മുൻപേ ജനുവരി 6 മുതൽ ഇൻഡിഗോയുടെ പതിവ് സർവീസുകൾ ഉണ്ടാകും. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് സർവീസ് തുടങ്ങാനാണ് എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും പദ്ധതിയിടുന്നത്. ദക്ഷിണേന്ത്യയിൽ ചെന്നൈ, ബംഗളൂരു, കൊച്ചി എന്നിവയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സർവീസ് തുടങ്ങും. ഇൻഡിഗോയും ഒട്ടുമിക്ക നഗരങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് സർവീസ് ആരംഭിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. എയർബസ് 321, ബോയിങ് 737 വിമാനങ്ങൾ ഇറങ്ങാൻ കഴിയുന്ന വിധത്തിൽ 2.25 കിലോമീറ്റർ നീളമുള്ള റൺവേയാണ് അയോധ്യയിൽ. 2ാം ഘട്ട റൺവേ വികസനത്തോടെ ബോയിങ് 787 എയർബസ് ഡ്രീം ലൈനർ വിമാനങ്ങളും ഇറക്കാനാകും. ആ സമയമാകുമ്പോഴേക്കും രാജ്യാന്തര സർവീസുകളും ആരംഭിക്കും. 350 കോടി രൂപ ചെലവിട്ടാണ് വിമാനത്താവളം നിർമ്മിച്ചത്. 2ാം ഘട്ടത്തിൽ റൺവേയുടെ നീളം 3.7 കിലോമീറ്റർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും എന്നും വിലയിരുത്തുന്നു. അയോധ്യക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് വിമാനത്താവളത്തിന്റെ ടെർമിനൽ കെട്ടിടം നിർമ്മിക്കുന്നത്. ഒപ്പം രാമചരിതമാകെ കൊത്തിവെക്കുന്ന ശില്പങ്ങളും വിമാനത്താവള കെട്ടിടത്തിന്റെ അഴക് കൂട്ടും. 65,000 ചതുരശ്ര അടിയിലാണ് ടെർമിനൽ കെട്ടിടം. മണിക്കൂറിൽ 500 യാത്രക്കാരെ കടത്തിവിടാവുന്ന വിധമാണ് ഇപ്പോൾ ടെർമിനൽ പൂർത്തിയാകുന്നത്. അടുത്ത ഘട്ടത്തിൽ ഇത് വർദ്ധിപ്പിക്കും. ഇപ്പോഴത്തെ നിലയിൽ 1 വർഷം 6 ലക്ഷം യാത്രക്കാർക്ക് അയോധ്യ വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യാനാകും. ദേശീയപാത 27 ചേർന്നാണ് വിമാനത്താവളം. വിമാനത്താവളത്തിന്റെ പരിസരത്താകെ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്ക് ആവശ്യമായ വൈദ്യുതിയുടെ ഒരു ഭാഗം സൗരോർജ്ജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. സുരക്ഷാ ചുമതല CISF-നായിരിക്കും. മുമ്പ് ഉണ്ടായിരുന്ന എയർ സ്ട്രിപ്പ് ഉത്തർപ്രദേശ് സർക്കാർ 821 ഏക്കർ ഭൂമി നൽകിയതോടെ രാജ്യാന്തര വിമാനത്താവളമായി ഉയർത്തുകയായിരുന്നു. വിമാനത്താവളം പൂർത്തിയായി നാടിന് സമർപ്പിക്കുന്നതോടെ ഇന്ത്യയിലെ ആഭ്യന്തര സഞ്ചാരികളും വിദേശത്തു നിന്നുള്ള സഞ്ചാരികളും ഡെസ്റ്റിനേഷനുകൾ ഒന്നായി അയോധ്യ മാറുമെന്നാണ് കരുതുന്നത്. തീർത്ഥാടന കേന്ദ്രം എന്നതിൽ അപ്പുറം രാമക്ഷേത്രം കാണാൻ നിരവധി പേർ വരുമെന്നും പ്രതീക്ഷിക്കുന്നു. അയോധ്യയിലേക്ക് ജനുവരി 16 മുതൽ 1000 ട്രെയിൻ സർവീസുകൾ നടത്താനാണ് റെയിൽവേ പദ്ധതിയിടുന്നത്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും അയോധ്യയിലെത്താവുന്ന വിധമായിരിക്കും ഈ സർവീസുകൾ ക്രമീകരിക്കുക. ഇനി ISL വാർത്തകളിലേക്ക് കടക്കുന്നു. മുംബൈയോട് കണക്ക് തീർത്ത് ബ്ലാസ്റ്റേഴ്സ്. ISL-ൽ മുംബൈക്കെതിരെ തകർപ്പൻ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കൊമ്പന്മാർ വിജയിച്ചു. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചത്. ദിമിത്രിയോസ് ഡയമൻഡെക്കോസ്, ക്യാമെ പെപ്ര എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വലകുലുക്കിയത്. കൊച്ചിയിലെ ഈ അന്തരീക്ഷത്തിൽ ചങ്കും കരളും പറിച്ചെടുത്താലും ഞങ്ങളുടെ ചങ്കൂറ്റത്തെ കടമുഴക്കാൻ കഴിയില്ല. കാലുകൊണ്ട് കാഞ്ചി വലിച്ച് എതിരാളിയുടെ ഇടനെഞ്ച് തകർക്കുന്നു ഞങ്ങളുടെ ഖാനക്കൊമ്പൻ, ഖാനയുടെ കൊമ്പൻ ക്യാമെ പെപ്ര. മടങ്ങിയെത്താം അവരുടെ വേളയ്ക്ക് ശേഷം. ഏവർക്കും ഇളനാടിൻ പരാതിയൊക്കെ ഉള്ളൊരു വകുപ്പാണ്. ആ തരത്തിൽ ഏതായാലും ഇടപെടൽ അതൊക്കെ മാറ്റാം. എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയട്ടെ, അറിഞ്ഞിട്ട് അതിന് പരിഹാരം കണ്ടുപിടിക്കുക. ഇപ്പൊ എനിക്കൊന്നും അറിയത്തില്ല. കാരണം ഞാൻ ഈ ഭരണവുമായിട്ട് MLA-യുടെ പണിയല്ലാതെ ഭരണവുമായിട്ട് ഒരു അടുപ്പമില്ലാതെ നമ്മളെ മന്ത്രിയൊന്നുമല്ല, നമ്മളതിന്റെ ഭാഗമാണ്. നിയമസഭയിൽ വരുമ്പോൾ സർക്കാരിനെ പിന്തുണച്ച് നിൽക്കും, പുറത്തിപ്പോൾ സർക്കാരിനെ പിന്തുണച്ച് നിൽക്കും എന്നുള്ളതല്ലാതെ നമുക്കിതിന്റെ യഥാർത്ഥ അഴിമതി എന്താണെന്നോ ആരെങ്കിലും പരാതി പറയുമ്പോഴേ നമുക്ക് അറിയാനുള്ളൂ. ആ പരാതി നമ്മൾ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അത് പെർമനന്റ് ആയിട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും.
ഒരു വേറെ ചോദ്യം കൊണ്ട് ചോട്ടെ, എപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ മന്ത്രി ആയിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴെല്ലാം ഈ വിവാദങ്ങൾ എപ്പോഴും കൂടെയുണ്ട്. ചില ഘട്ടത്തിലൊക്കെ സ്വയവും അങ്ങനെ വാർത്തകളാകുന്ന വിവാദങ്ങളൊക്കെ ഉണ്ട്, ശിക്ഷിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെയാണ് എന്താണ് ഇതിന് കാരണം? ഞാനൊരു സിനിമ നടനില്ല, അപ്പൊ എനിക്കൊരു ഇച്ചിരി റേറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ ഇടയിലൊക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ആ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ നല്ലത് പറഞ്ഞാൽ ആർക്കാ കേൾക്കാൻ ഇഷ്ടം, എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ പറയണ്ടേ. അപ്പൊ അല്ല, കേസ് കൊടുത്തിട്ട് കൊണ്ട് പത്രാഫീസെല്ലാം കടലാസ് കൊടുത്തിട്ട് പറയും ഞാനാണ് അയാൾക്കെതിരെ കേസ് കൊടുത്ത ആൾ. അങ്ങനെ സോഷ്യൽ ക്ലൈംബേഴ്സ് ഉണ്ട് സമൂഹത്തിൽ. നല്ല നിലയിൽ നിൽക്കുന്ന ആൾക്കാരെ തോളി കയറിയിട്ട് നമ്മൾ ഈ തെങ്ങിന്റെ മേളിലും ആലിന്റെ മേളിലൊക്കെ മൈക്ക് വെച്ച് കേട്ടത്തില്ലേ കോളാമ്പി, അതുപോലെ ആ കോളാമ്പി ദൂരോട്ട് ശബ്ദം ഉണ്ടാക്കും എന്ന് പറയുന്ന പോലെ സ്വന്തമായിട്ട് ശബ്ദം പോരാ, തെങ്ങിന്റെ മേളിൽ കയറി കെട്ടിയാലേ ശബ്ദമുള്ളൂ എന്ന് പറയുന്ന പോലെ ചില ആളുകളുണ്ട് സോഷ്യൽ ക്ലൈംബേഴ്സ്. അവരാണ് ഈ അയാൾക്കെതിരെ ഞാനാണ് കേസ് കൊടുത്ത്, അയാൾക്കെതിരെ കള്ള കേസ് കൊടുത്തവൻ ഞാനാണെന്ന് പത്രാഫീസിൽ കൊണ്ടു കൊടുക്കുന്ന അലവലാധികൾ സോഷ്യൽ ക്ലൈംബേഴ്സ്. അവർക്ക് അവരെ ഒന്നും നന്നാക്കാനൊക്കില്ല. പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ന്യൂസ് 18 21 വർഷമായിട്ട് ഞാനിവിടെ വിവാദങ്ങളിൽ കൂടെ പോയ ആളാണ്. പക്ഷെ ഞാൻ ആ വിവാദങ്ങളൊന്നും സത്യമല്ല എന്ന് നിങ്ങളെങ്കിലും തിരിച്ചറിയണം, മാധ്യമപ്രവർത്തകരെങ്കിലും തിരിച്ചറിയട്ടെ. ഇവനെ ഇത്രയും പറഞ്ഞിട്ടും ഇതൊന്നും ഇല്ലല്ലോ, വെറുതെ പറയില്ലേ, ഉണ്ടെന്നും പറഞ്ഞ് വെറുതെ പറയുക. എന്ത് കുറ്റം ചെയ്ത് ഞാൻ സർക്കാരിന്റെ 5 പൈസ എടുത്തിട്ടില്ല. ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ, ഒരു ഹോട്ടലിൽ താമസിച്ചാൽ പോലും എല്ലാ ലൈറ്റും അണയ്ക്കുന്നവനാണ് ഞാൻ. ഈ നാടിന്റെ ഒരു തുള്ളി എന്റെ വീട്ടിലായാലും അണങ്ങി ഞാൻ. ഈ നാട്ടിലെ ഒരു തുള്ളി വൈദ്യുതി വേഷം നിയമസഭയ്ക്കകത്ത് കയറി വരുമ്പോൾ അവിടെ ചിലപ്പോൾ രാവിലെ 5 മണിക്ക് തുടങ്ങുന്നത് ലൈറ്റുകൾ കിടക്കും. ഇതെല്ലാം അണച്ചിട്ടേ ഞാൻ മേളിൽ കയറി പോകാറുണ്ട്. എന്റെ ജോലിയല്ല, പക്ഷെ ഒരു നേരം വൈദ്യുതി പോലും വേസ്റ്റാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ MLA ആയിരിക്കുമ്പോൾ ചില നേരങ്ങളിലെങ്കിലും പ്രതിപക്ഷ സ്വരം തോന്നുന്ന കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടലുകളോ ഒക്കെ പലപ്പോഴും നടത്തുന്ന ഒരാളാണ്. ഇനി പക്ഷെ മന്ത്രിയായി കഴിഞ്ഞാൽ അതിന് കഴിയുമോ? മന്ത്രിയെ പിന്നെ നിയമസഭ പ്രസംഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷമായതുകൊണ്ടല്ല. പ്രതിപക്ഷ സ്വരമാണെന്ന് നിങ്ങൾക്ക് തോന്നുക, പ്രതിപക്ഷ സ്വരം അല്ലത്. അത് നമ്മളെ മന്ത്രിമാരെ അല്ലല്ലോ കുറ്റപ്പെടുത്തുന്നത്, സർക്കാരിനെ അല്ലല്ലോ കുറ്റപ്പെടുത്തുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ ചില കുഴപ്പങ്ങളുണ്ട്. ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത്, സിസ്റ്റത്തിലുള്ള കുഴപ്പമാണ് ചോർച്ചകൾ അടയ്ക്കുക. സിസ്റ്റത്തിൽ കുഴപ്പമുണ്ട്. ആ സിസ്റ്റത്തെ പരിഹരിക്കാനാണ് മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഒരു ഫയലിൽ അനേകം ജീവൻ ഉറങ്ങുകയാണ്, ജീവിതം ഉറങ്ങുകയാണെന്ന് പറയുന്നത്. അത് ഓർത്താൽ മതി. ആ ഫയൽ സിസ്റ്റത്തിന്റെ ഭാഗമായി ചുവപ്പ് നടയിൽ കുടുങ്ങിയാൽ അനേക ജീവിതങ്ങൾ അതിൽ കുടുങ്ങുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു ഫയൽ തീർപ്പാക്കാൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, വിദ്യാസമ്പന്നനായ ഉദ്യോഗസ്ഥന് പരമാവധി 1 മണിക്കൂർ മതി, വേണോ വേണ്ടോ എന്ന് എഴുതാൻ. 5 ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് അഴിമതി നടക്കുന്നത്. ഈ ഇടതുമുന്നണി നേരത്തെ തീരുമാനിച്ചനുസരിച്ച് അനായാസം തന്നെ ഇപ്പോൾ മന്ത്രി മാറ്റം ഉണ്ടായിരിക്കുന്നു. 2 മുന്നണിയിലും പ്രവർത്തിച്ച ആളാണ്, നല്ലവണ്ണം പരിചയമുള്ള ആളാണ്. ഈ 2 മുന്നണി തമ്മിൽ ഇത്തരം കാര്യത്തിലുള്ള വ്യത്യാസം എന്താണ്? ഇടതുമുന്നണിയിലെ തീരുമാനങ്ങൾ വളരെ കൂടുതൽ റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ ഇത് നമ്മുടെ ജീവിതമെല്ലാം പാസ്വേഡിൽ അധിഷ്ഠിതമാണ്. ഇമെയിലിനും UPIക്കും നെറ്റ് ബാങ്കിങ്ങിനും എല്ലാം പാസ്വേഡ് വേണം. ഇത് തെരഞ്ഞെടുക്കുന്നതിൽ അതീവ ശ്രദ്ധയും വേണം. ഹാക്കർമാർക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാകരുത് എന്നതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് നോക്കാം പാസ്വേഡ് തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ് എന്ന്. സൈബർ തട്ടിപ്പ് കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സുരക്ഷിതമായ പാസ്വേഡുകൾ തെരഞ്ഞെടുക്കേണ്ടത് വളരെ നിർണായകമാണ്. എന്നാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇന്നും പലരും ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ കൈയടക്കാൻ സാധിക്കുന്ന പാസ്വേഡുകളാണ് ഉപയോഗിച്ചു വരുന്നത്. അതും പേരിനൊരു പാസ്വേഡ് എന്ന് മാത്രം പറയാം. എന്നാൽ നിരവധി ആളുകൾ ചെയ്യുന്ന ഈ അബദ്ധം നമുക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള സ്വകാര്യ വിവരങ്ങൾ അടക്കം മറ്റൊരാൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ ഇതിലൂടെ നമ്മൾ തന്നെയാണ് അനുവദിക്കുന്നതെന്നും പറയാം. ഇപ്പോഴിതാ ലോകമെമ്പാടുമുള്ള ആളുകൾ സാധാരണമായി ഉപയോഗിക്കുന്ന ഒട്ടും സുരക്ഷിതമല്ലാത്ത പാസ്വേഡുകളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് നോട്ട് പാസ്വേഡ് എന്ന വെബ്സൈറ്റ്. ഇത് തുടർച്ചയായി 5ാം വർഷമാണ് നോട്ട് പാസ്വേഡ് ഹാക്കർമാർക്ക് നിമിഷ നേരം കൊണ്ട് തകർക്കാവുന്ന പാസ്വേഡുകളുടെ ലിസ്റ്റ് പുറത്തുവിടുന്നത്. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 3.6 ലക്ഷത്തിലധികം തവണ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും സാധാരണമായ പാസ്വേഡ് 123456 ആണ് എന്ന് കണ്ടെത്തി. ഇത് വെറും 1 സെക്കൻഡിനുള്ളിൽ തന്നെ ഹാക്കർമാർക്ക് കണ്ടെത്താനാകും എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ വർഷം ഇന്ത്യയിലെ ആളുകൾ സാധാരണയായി ഉപയോഗിച്ചിട്ടുള്ള പാസ്വേഡുകളും ഹാക്കർമാർക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ എടുത്ത സമയവും പരിശോധിക്കാം. 123456 1 സെക്കൻഡിൽ താഴെ,
1 2 3 4 5 6 7 8 1 സെക്കൻഡിൽ താഴെ. 1 2 3 4 5 1 സെക്കൻഡ്. പാസ് അറ്റ് 1 2 3 5 മിനിറ്റ്. 1 2 3 4 5 6 7 8 9 1 സെക്കൻഡിൽ താഴെ. അഡ്മിൻ അറ്റ് 1 2 3 1 വർഷം. ഇന്ത്യ അറ്റ് 1 2 3 3 മണിക്കൂർ. അഡ്മിൻ സ്പേസ് അറ്റ് 1 2 3 34 മിനിറ്റ്. അതേസമയം ആഗോളതലത്തിലും അഡ്മിന്മാരടക്കം ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന പാസ്വേഡാണ് 1 2 3 4 5 6 എന്നും പഠനത്തിൽ വ്യക്തമായി. അതിനാൽ നിങ്ങളുടെ പാസ്വേഡ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റുന്നതായിരിക്കും ഉചിതം. വലിയ അക്ഷരങ്ങൾ, ചെറിയ അക്ഷരങ്ങൾ, അക്കങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാസ്വേഡ് തയ്യാറാക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതമെന്നും സൈബർ സുരക്ഷാ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. ഒരിടവേള കൂടി. ഈ പരിപാടി ഒരു പഞ്ചായത്തിൽ തന്നെ പ്രസിഡന്റ് മാറിക്കൊടുത്ത് അടുത്ത പ്രസിഡന്റ് വരണമെന്ന് പറഞ്ഞാൽ ആ ദിവസം രാജിവെച്ചിരിക്കും. അടുത്ത ദിവസം അടുത്ത പഞ്ചായത്ത് ധാരണ എന്ന് പറഞ്ഞാൽ വാക്കാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും ഒരു ദിവസം പോലും ഞങ്ങളെ നേതാക്കന്മാർ വേണുഗോപാൽ നായരൊക്കെ ഉണ്ട്, അദ്ദേഹം പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണ്. അവരാരും പോയിട്ട് ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയോ LDF കൺവീനറോ കാണേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ LDF യോഗത്തിന് ഇങ്ങോട്ട് പറയുമായിരുന്നു, ഞങ്ങളാരും ആവശ്യപ്പെട്ടല്ല. ഞങ്ങളെ ഒരു വകുപ്പ് മാറ്റം ആഗ്രഹിച്ചതിന് പലപ്പോഴും അതിന് സൂചനകളൊക്കെ പല ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. സർക്കാർ തന്നെ ശമ്പളം കൊടുക്കുന്ന ഏതെങ്കിലും വകുപ്പ് കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങായിരുന്നു എന്ന് വിചാരിച്ചാണ്. ഉറക്കം കുറവാണ്. അപ്പോൾ സർക്കാർ തന്നെ ശമ്പളം കൊടുക്കുന്ന ഏതെങ്കിലും വകുപ്പാണെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇതിപ്പോൾ ഈ ശമ്പളം കൊടുക്കാൻ വരുമ്പോൾ ഈ തൊഴിലാളികൾ എന്നെയും കൂടെ ചേർത്ത് അല്ലേ അവർ പ്രാവും. എന്തായാലും തൊഴിലാളികൾക്കും മന്ത്രിക്കും സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് വകുപ്പിനെ മെച്ചപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പുതിയ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതിൽ ന്യൂസ് 18 പ്രേക്ഷകരുടെ എല്ലാ ആശംസകളും നേരുകയാണ്. ഒരുപാട് കാലത്തെ മന്ത്രി എന്ന നിലയിലുള്ള അനുഭവ പരിചയം, ഒപ്പം MLA എന്ന നിലയിലുള്ള ഇടപെടലുകൾ. ഇനിയിപ്പോൾ വകുപ്പ് ഔദ്യോഗികമായി പറയാൻ കഴിയില്ലെങ്കിലും ഇനി ഗതാഗതമാണ് എന്ന് കരുതുക. എന്താണ് പ്രധാന വെല്ലുവിളി? അല്ല, ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിനെ എങ്ങനെയെങ്കിലും കരകയറ്റിക്കൊണ്ടാണുള്ള അശ്രാന്തമായ പരിശ്രമം നടത്തും, വളരെ സിൻസിയറായി. പിന്നെ എല്ലാ ദുർച്ചെലവുകളും ഒഴിവാക്കണം. പിന്നെ അനാവശ്യമായ ഓട്ടങ്ങൾ, ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ചെലവ് കുറച്ചിട്ട് വരവ് കൂട്ടുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരവ് കൂട്ടുക, ചെലവ് കുറയ്ക്കുക, അതൊരു സാധാരണ മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ KSRTC ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പെൻഷനും അവരുടെ ശമ്പളവും 1-ാം തീയതി കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്കൊരു എത്ര കാലം കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും? ഇപ്പോൾ പറയാനൊക്കത്തില്ല. മന്ത്രിയായി അദ്ദേഹം മുഖ്യമന്ത്രി വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും എല്ലാ കണക്കുകളെടുത്ത് പരിശോധിച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഇവിടെ ദൂരപ്രദേശത്ത് എന്നെ കാണാൻ 2 സഹോദരിമാർ വന്നു. ഞാൻ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ പെൻഷനായവരാണ്, 7 മാസമായി, ഒരു ആനുകൂല്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മന്ത്രിയല്ല എന്ന് പറഞ്ഞു. എന്നാലും സാറ് വരുവാണെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞു. ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഞാനത് കാണും. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചാൽ അതിന് എന്താണ് ഒരു പരിഹാരം എന്ന് നമ്മൾ നോക്കാം. അല്ല പെട്ടെന്നൊരു ദിവസം പറയാം. അല്ല, ജനങ്ങളുടെ ആ ഒരു താങ്കൾ തന്നെ പറഞ്ഞനുസരിച്ച് ജനങ്ങളുടെ ആ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമുണ്ടോ? രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഞാനൊരു മന്ത്രിയായതിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ. തീർച്ചയായിട്ടും അവരെ പ്രതീക്ഷയ്ക്ക് ഒരു ദോഷം വരത്തില്ല. ഇതിനകത്ത് തൊഴിലാളികൾക്കും വിശ്വസിക്കുക. ഇതിന്റെ ഞാൻ തൊഴിലാളികളുടെ ഒരു നേതാക്കന്മാരുടെ ഒരു പ്രസ്താവന ഉണ്ടപ്പോൾ അതിനകത്ത് കണ്ടത്, ശരിയായ കണക്കുകളില്ല എന്നവർ പറയുന്നുണ്ട്. അത് പരിശോധിക്കും. അത്തരത്തിൽ കണക്കില്ലാതെ ഇനി മുന്നോട്ട് പോകില്ല. പിന്നെ ഏറ്റവും ആധുനികമായ ഒരു സിസ്റ്റം അത് മനസ്സിലുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാനത് അദ്ദേഹം പ്രപ്പോസൽ കൊടുക്കും. അദ്ദേഹം അത് അംഗീകരിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പുതിയ അത്യന്താധുനിക സിസ്റ്റം എല്ലാം ഈ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ പണ്ട് സ്പെയർ പാർട്സ് വാങ്ങുന്ന കമ്പ്യൂട്ടറായിരുന്നു, സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരുന്നു. പേയ്മെന്റ് കൊടുക്കുന്നത് സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പോൾ കൈക്ക് അഴിമതിയില്ല, ആർക്കും ഒരു ആനുകൂല്യമില്ല, എല്ലാവർക്കും ഒരേ തുല്യനീതിയാണ്. അതുപോലെ സിസ്റ്റത്തിലേക്ക് തന്നെ കൊണ്ട് നാണയം ആഗ്രഹിക്കുന്നത്. KSRTCയുടെ പ്രതിച്ഛായ മാറ്റം, KSRTCയുടെ പ്രതിച്ഛായ പൂർണ്ണമായി മാറും. മന്ത്രിക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല, മന്ത്രിക്ക് ആർക്കും പൈസ കൊടുക്കാനുമില്ല, മന്ത്രിക്ക് ആരും ഒന്നും വേണ്ട. അതുകൊണ്ട് സുതാര്യമായി മുന്നോട്ട് പോയാൽ നമുക്ക് വളരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോകത്ത് ഇന്ന് ഒരുപാട് ടെക്നോളജികളുണ്ട്. ആ ടെക്നോളജികളെ നമ്മൾ KSRTCയിലേക്ക് ഉപയോഗിക്കുക, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉപയോഗിക്കുക. നീതിപൂർവ്വമായിരിക്കണം കാര്യം. നീതിപൂർവ്വം കാര്യം നടന്നാൽ വിജയിക്കും.
അഴിമതിയൊക്കെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ താഴെത്തട്ടിലൊക്കെ ജനങ്ങൾക്ക് എപ്പോഴും പരാതിയൊക്കെ ഉള്ളൊരു വകുപ്പാണ്. ആ തരത്തിൽ ഏതായിരുന്നു ഇടപെടൽ? അതൊക്കെ മാറ്റാം. എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയട്ടെ, അറിഞ്ഞിട്ട് അതിന് പരിഹാരം കണ്ടുപിടിക്കുക. ഇപ്പൊ എനിക്കൊന്നും അറിയത്തില്ല. കാരണം ഞാൻ ഈ ഭരണവുമായിട്ട് MLA പണിയല്ലാതെ ഭരണവുമായിട്ട് ഒരു അടുപ്പമില്ലാതെ നമ്മളെ മന്ത്രിയൊന്നുമല്ല, നമ്മളതിന്റെ ഭാഗമാണ്. നിയമസഭയിൽ വരുമ്പോൾ സർക്കാരിനെ പിന്തുണച്ച് നിൽക്കും, പുറത്തപ്പോൾ സർക്കാരിനെ പിന്തുണച്ച് നിൽക്കും എന്നുള്ളതല്ലാതെ നമുക്കിതിന്റെ യഥാർത്ഥ അഴിമതി എന്താണെന്നോ ആരെങ്കിലും പരാതി പറയുമ്പോഴേ നമുക്കറിയാനൊക്കെ. ആ പരാതി നമ്മൾ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. യെസ്, പ്രഭാത കേരളം തുടരുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് പോകുന്നു. ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക്. ക്രിസ്മസ് നിറവിലാണ് ലോകം. അങ്ങനെ എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളുമൊക്കെയായി ഒത്തുചേർന്ന് കുടുംബത്തോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരിയാണ് കൂടുതൽ വിശേഷങ്ങളും എങ്ങനെയാണ് ആഘോഷങ്ങളും എന്നൊക്കെ പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നത്. എൽദോ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ ആഘോഷം അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിന്റെ ഒരു വൈബിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ ആദ്യം കണ്ടത് എൽദോയുടെ സ്റ്റാറ്റസ് ആണ്. എൽദോയുടെ മൂത്ത മോള് മുത്ത് തകർക്കുകയാണ് കരോളിനൊപ്പം. അപ്പം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ ഒരു വൈബിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്താണ് വീട്ടിലെ ആഘോഷം, എങ്ങനെയൊക്കെയാണ്, എന്താണ് സ്പെഷ്യൽ, എന്തൊക്കെയാണ്, ഒപ്പം ഈ മുത്തിന്റെയും കുഞ്ഞുമുത്തിന്റെയും ഒക്കെ പരിപാടികളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുത്തിന്റെയും കുഞ്ഞുമുത്തിന്റെയും ഒക്കെ പരിപാടി നമുക്ക് നോക്കാം. അവരുടെ രാവിലത്തെ മൂഡ് എന്താണെന്നുള്ളതാണ് പ്രശ്നം. എന്താണെങ്കിലും എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്. ഞാനിപ്പോൾ ഉള്ളത് എന്റെ വീട് കോലഞ്ചേരിയാണ്. ഞാനിപ്പോൾ വൈഫ് ഹൗസിലാണുള്ളത്. രാവിലെ പ്രഭാത കേരളത്തിലെ ഈ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിട്ട് വേണം വീട്ടില് ഉച്ചയ്ക്കുള്ള ക്രിസ്മസ് ആഘോഷത്തിന് പോകാൻ. ചേച്ചിമാര് പപ്പ മമ്മിയൊക്കെ ഉച്ചത്തേക്കാണ് എല്ലാം സെറ്റ് ആവുക. ചേച്ചിമാരൊക്കെ വരണത് ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്റെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷം ഉച്ച കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞാൻ വൈഫ് ഹൗസിലുണ്ട്. വൈഫ് ഹൗസിലും നല്ല ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ അവരൊക്കെ പരിചയപ്പെടുത്താം. ഒപ്പം തന്നെ എന്താണ് ഒരു ക്രിസ്മസിന്റെ ഒരു ആംബിയൻസ് എന്നുള്ളത്. ഇത് പെരുമ്പാവൂരാണ് സ്ഥലം. പെരുമ്പാവൂര് അടുത്ത് വെങ്ങോല എന്ന് പറയും. അതായത് ആലുവ മൂന്നാർ റോഡിനിടയിൽ പോഞ്ഞാശ്ശേരിക്ക് അടുത്ത്. അപ്പോൾ ഈ ഓരോ സ്ഥലത്തും ക്രിസ്മസിന്റെ ഒരു രീതി അത് ഭയങ്കര വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ പരിചയപ്പെടുത്താം. ഞാൻ ആദ്യം വീടിന്റെ അകത്തേക്ക് ഇത് ഏറ്റവും മൂത്തയാളെ പരിചയപ്പെടുത്താം. ഇത് വൈഫിന്റെ മുത്തശ്ശിയാണ്, അമ്മയാണ്. അമ്മ 90 വയസ്സായി. അപ്പോൾ അമ്മയുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ അത് അറിയണം. ഇത് മമ്മി, പപ്പ, ഇവർ രണ്ടുപേരും ദീർഘനാളായി ക്രിസ്മസ് ആഘോഷിക്കുന്നവരാണല്ലോ. അപ്പൊ അവരുടെയൊക്കെ നമുക്ക് ചോദിക്കാം. പപ്പ ചെറിയൊരു ആക്സിഡന്റിന്റെ ഒക്കെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്കൊക്കെ വരാം. ഇനി ഇവരെ ഞാൻ കാണിച്ചു തരണമല്ലോ. ഇതാണ് നേരത്തെ രഞ്ജിനി പറഞ്ഞ മുത്തും കുഞ്ഞുമുത്തും. എന്റെ 2 സന്താനങ്ങളാണ്. കുഞ്ഞുമുത്ത്, വൈഫ് ജിഞ്ചു. ഇനി ഈ കാണുന്ന 2 യങ് കപ്പിൾസ് ആണ്. ഇത് ജോജോ, ബ്ലസി. ഇത് അവരുടെ മകൻ ജോനാഥൻ ജോർജ്. അപ്പോ ഈ ക്രിസ്മസ് എന്നുള്ളത് രസകരമാണല്ലോ. എപ്പോഴും ഈ ഡിസംബർ മാസം ഭയങ്കര സന്തോഷത്തിന്റേതാണ്. ഒരുപാട് ലൈറ്റ്, മഞ്ഞ്, സ്നേഹം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിന്റെ ഒക്കെ വരവ് നോക്കുമ്പോൾ എന്തൊക്കെയാണ് അതിലേക്ക് എത്തുന്നത് എന്നൊക്കെ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഏറ്റവും രസകരം ക്രിസ്മസിന് ഒരു ക്രിസ്മസ് മധുരമാണ്. ക്രിസ്മസിന് കേക്ക് മുറിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആരംഭിക്കാൻ തോന്നുന്നു. നല്ല രസമുള്ള റിച്ച് പ്ലം കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട്. കേക്ക് മുറിച്ചാലോ ആദ്യം? അപ്പൊ കേക്ക് മുറിക്കാം. എല്ലാവരും നമുക്ക് ആദ്യം കേക്ക് മുറിച്ച് തന്നെ നമുക്ക് ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കം വിടാം. പപ്പയ്ക്ക് കൊടുക്കാം. Wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year and a Happy New Year and a Happy New Year. We wish you a Merry Christmas and a Happy New Year. കേക്ക് മുറിക്കുക, എന്നിട്ട് കേക്ക് പരസ്പരം മധുരം പങ്കുവെക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്മസിന്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ക്രിസ്മസിന്റെ മധുരം പങ്കുവെച്ച് തന്നെ പപ്പയും മമ്മിയും കേക്ക് മുറിക്കട്ടെ. ഓക്കെ, അമ്മയ്ക്ക് കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും വീട്ടിലെ എല്ലാ ആളുകൾക്കും ക്രിസ്മസിന്റെ മധുരം പങ്കുവെക്കുക എന്നുള്ളതാണ്. കുഞ്ഞുമുത്തിന് ഓർഡർ തെറ്റി കിട്ടി, നേരത്തെ കിട്ടി കേട്ടോ. ഇത് പ്രായത്തിനനുസരിച്ച് കൊടുക്കാനായിരുന്നു.
അപ്പം എല്ലാ വീടുകളിലും ഇതുപോലെ ക്രിസ്മസിന്റെ ഒരു ആഘോഷത്തിൽ കേക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം ചോദിച്ചല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ആയിരിക്കും രഞ്ജിനി അല്പം എല്ലാവരെയും വന്ന് കൊതിപ്പിക്കുക. കാരണം അത്യാവശ്യം നോൺ വെജ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ക്രിസ്മസ് ഒരു ഗംഭീര ദിവസമാണ്. അപ്പോൾ മമ്മി എനിക്ക് കേക്ക് തന്നില്ല. അപ്പം ഇതാണ് ഈ ക്രിസ്മസിന്റെ ഒരു രസകരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. കേക്ക് മുറിക്കുന്നു, കേക്ക് എല്ലാവരും പങ്കുവെക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി താങ്ക് യു എന്നേക്കും കേക്ക് രാവിലെ തുടങ്ങാം. അപ്പൊ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഞാനിനി അതെ അമ്മോട് പറഞ്ഞു. അമ്മ കുറെ വർഷങ്ങളായില്ലേ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നു. എങ്ങനെയുണ്ട് പഴയ ക്രിസ്മസും ഇപ്പത്തെ ക്രിസ്മസും തമ്മിൽ എങ്ങനെയാ വ്യത്യാസം? വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ലൈവ് ഒക്കെ വന്നല്ലേ? മറ്റേ പാട്ട് ആഘോഷം, വീട്ടിലെ ആഘോഷമൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ കുളം തേവല്, മീൻ എന്തൊക്കെയായിരുന്നു? മീനൊക്കെ പിടിക്കും. മീൻ പിടിക്കുമോ? മീൻ പിടിച്ചുകൊണ്ടിരുന്നു, വയ്ക്കും, വീട്ടിൽ വയ്ക്കും, തിന്നും. അതൊക്കെയാണ് അന്നത്തെ പുറത്തുള്ളത്. അത്രേ ഉള്ളൂ. അതായത് അന്ന് ഈ മീനൊക്കെ വന്നെങ്കിൽ നമ്മൾ തന്നെ കുളം ദേവി പിടിക്കണമായിരുന്നു അല്ലേ? ദേവി പിടിക്കായിരുന്നു. കുളമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, കുളം പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിടിക്കൂല. അതെങ്ങനെ എങ്ങനെ കൂട്ടായിട്ട് എല്ലാവരും ഒരുമിച്ചൊക്കെ പോയിട്ടാണോ കുളം ദൈവമൊക്കെ ചെയ്യുന്നത്? അല്ല, ഓരോരുത്തര് ലേലം ചെയ്തെടുക്കാണ് കുളം. എന്നിട്ട് അവര് തന്നെ തേവും ആളെക്കുട്ടിയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും. ആണോ? ഓക്കെ. ഈ അന്നൊക്കെ ഈ ക്രിസ്മസിന്റെ മെയിൻ ആഘോഷം എന്തൊക്കെയായിരുന്നു? ഈ കുളം ദേവല, മീൻ പിടുത്തം, ഓക്കെ, പിന്നെ എല്ലാരും കൂട്ടുകൂടും, അങ്ങനെയൊക്കെയാണ്. പള്ളിയിലൊക്കെ പോകും. പള്ളിയിൽ രാത്രി പോകും. രാത്രിയാണ് ഒന്ന് രാത്രി പലകാലിക്ക്. ഞാൻ പള്ളിയിൽ പോയി ഒക്കെ വന്നാണ് വീട്ടിലൊക്കെ ഞങ്ങള് ചൂട്ടൊക്കെ കെട്ടി പോകും. ഓലച്ചൂട്ട്. അന്ന് വേറെ വെട്ടൊന്നുമില്ല. അതായത് ഈ ഓല കൊണ്ടുള്ള ഈ ചൂട്ട്, ഓല ഇങ്ങനെ കെട്ടി അതിൽ തീ കത്തിച്ച് ആണ് രാത്രി പള്ളിയിലൊക്കെ പോകുന്നത് അല്ലേ? വീശി വീശി പോകും അല്ലേ? പിന്നെ പിള്ളേരൊക്കെ പുറപുറ പോകും. ഇവിടെ കാട്ടിൽ കൊച്ചന്മാര് അവരുടെ മക്കളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും മോളിൽ നിന്ന്. എന്നിട്ട് എല്ലാരെയും കൂട്ടായിട്ട് വിളിച്ചു പോകും. ഈ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ആണോ പറയണത്, അതോ പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് ആണോ ഈ പറഞ്ഞത്? കല്യാണത്തിന്റെ അല്ല, ഇങ്ങനെ ക്രിസ്മസിനാണെങ്കിലും ഇതിനാണെങ്കിലും ഒക്കെ പോകുന്നു. അങ്ങനെ പള്ളിയിൽ പോണത് അങ്ങനെയാണെന്നാ പറഞ്ഞ. ആണല്ലേ? ആ, ശരി ശരി ശരി. അപ്പൊ അതാണ് അമ്മയുടെ ക്രിസ്മസ് ആഘോഷങ്ങള്. മമ്മിയുടെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു? എന്റെന്ന് വെച്ചാ അപ്പച്ചൻ ഈ കുളമൊക്കെ തേവി വലിയകാട്ടം ബ്രാല് പിടിച്ച് അത് അന്ന് നോമ്പൊക്കെ നോക്കി 25 ദിവസം നോമ്പൊക്കെ നോക്കി വലിയ ചിട്ടയും കാര്യങ്ങളോടുകൂടി കഴുകി പറക്കി ഇറച്ചി മീനൊന്നും കയറ്റാത്ത ഒരു ഇതിലൊക്കെയായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കും അല്ലേ? ശരി. അതായത് ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ സമയത്തിൽ പ്രധാനമായും ഒരു 25 ദിവസം നോയമ്പ് എടുത്തിട്ട് വേണം എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ആ 25 ദിവസത്തെ നോമ്പ് നോക്കി ആ നോമ്പ് വീടുന്ന സമയം കൂടിയാണ് ഈ ക്രിസ്മസ് ദിനം. അപ്പൊ ഞാനപ്പോ ഈ ഇവൾ ജിഞ്ചു മുത്തക്കുഞ്ഞുത്ത് ഒരു പാട്ട് പാടിയാലോ? കുഞ്ഞുത്ത് പാട്ട് പാടോ? ഓക്കെ. ഈ കുഞ്ഞുമുത്ത മുത്ത എന്ന് വിളിക്കുന്നതിന്റെ കാര്യം, ഇത് മൂത്തയാളാണ്. പുള്ളിക്കാരി ഉണ്ടായപ്പോ തന്നെ മുത്ത എന്ന് വിളിച്ചു. അപ്പൊ രണ്ടാമത്തെ ആളുണ്ടായപ്പോൾ കുഞ്ഞുമുത്ത് എന്നായി സ്വാഭാവികമായിട്ട്. മൂത്തയാളുടെ പേരെന്ന് പറഞ്ഞേ? അത്രയും ബാസ് ഒന്നും വേണ്ട കേട്ടോ. ഇസ്ര ഫുൾ നെയിം പറ. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഓക്കെ, പാടാ. ശരി. അപ്പൊ മുത്തും കുഞ്ഞുമുത്തും ജിഞ്ചു കൂടെ ചേർന്ന് ഒരു പാട്ട് പാടും എല്ലാരും ചേർന്ന്. ബ്ലസ്സി ജോജോ എല്ലാരും ചേരും. ജോനാഥാനം. ഓക്കെ, റെഡി? ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞു മൂടും രാത്രിയില രാജരാജനെ. താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞു മൂടും രാത്രിയില രാജരാജനെ. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി
കൊള്ളാം അടിപൊളി. അപ്പോൾ ഒരു പാട്ട് കൂടെ നമുക്ക് ഇവര് പാടാനൊക്കെ ഏറ്റിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതിലേക്കൊക്കെ വരാമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കുഞ്ഞുമുത്തെ സ്കൂളിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ? അടിപൊളിയായിരുന്നു. എന്താ ചെയ്തേ? ഞങ്ങള് പാട്ട് കളിച്ചു, ഡാൻസ് കളിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. മുത്തിന്റെയോ? ഞങ്ങളുടെ പിന്നെ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങളുടെ മെയിൻ പരിപാടിയാണ് ഇങ്ങനെ സെലിബ്രേഷനൊക്കെ. കൂടുതൽ എല്ലാം സ്കൂൾ മൊത്തം കോട്ടറാങ്കിൽ ഇരുന്നിട്ട് കളിക്കും, ഡാൻസ് കളിക്കും. അങ്ങനെ കുറെ നേരം പോയി. പിന്നെ ഈവനിങ് സ്നാക്സ് മൊത്തം അടിപൊളിയായിരുന്നു, പൊളിയായിരുന്നു. ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ ഇനി ഞാൻ ജിഞ്ചു, എന്റെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ്? എന്റെ ക്രിസ്മസ് ആഘോഷം ഇങ്ങനെയൊക്കെ തന്നെ അടിപൊളിയായിരുന്നു. ശരി, ജിഞ്ചുന് മൈക്കിന് വലിച്ച് കാണു തരും. ഓക്കെ, അപ്പൊ ജോജോ എന്താണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗദർ തന്നെ പറയാം. ഇപ്പോൾ വിദേശത്തുള്ള പലരാണെങ്കിൽ പോലും ഈ ഒരു ടൈമിലാണ് എപ്പോഴും നമ്മൾ തിരിച്ചു വരുന്നത്. അതേപോലെ ഒരു ഫാമിലി റീയൂണിയൻ എന്ന് പറയാം. പിന്നെ അതേപോലെ നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നമ്മൾ, അതുപോലെ നമ്മുടെ കുടുംബ യൂണിറ്റിലുള്ള എല്ലാവരുമായിട്ട് ഒരു ഗ്യാതറിങ്, നമ്മൾ എല്ലാവരും വീടുകളിലേക്ക് പോകുന്നു, കരോൾ ഗാനം, അങ്ങനെ എല്ലാവരും ഒരു മിങ്കിൾ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണിത്. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി നമ്മളെല്ലാവരും നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ പോകും. അപ്പോൾ ക്രിസ്മസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെയാണ്. പിന്നെ ഈ ഒരു ലോങ് വെക്കേഷനാണ്. ഇത് കഴിഞ്ഞ ഒരു ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കുട്ടികളെല്ലാം ആ ഒരു മൂഡിലാണ്, നമ്മൾ അവരോടൊപ്പം ചേരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ക്രിസ്മസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ആശംസകൾ എല്ലാവർക്കും. എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ശരി, എങ്ങനെയാണ് ക്രിസ്മസ് ഓർമ്മകളൊക്കെ? എന്താ പഴയ ഈ ബ്ലസ്വേജിന്റെ വീട്, അത് ഈ ഹൈ റേഞ്ചിന്റെ കവാടം വിശേഷിപ്പിക്കാവുന്ന കോതമംഗലത്തിനടുത്ത് പോത്താനിക്കാടാണ്. അപ്പൊ ഈ പോത്താനിക്കാട് ഇതിപ്പോ ഒരു മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്മസും അവിടത്തെ ക്രിസ്മസും തമ്മിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. എനിക്ക് ക്രിസ്മസിനെ കുറിച്ച് ചെറുപ്പത്തിൽ ഓർമ്മ വരുമ്പോൾ കരോളാണ് ഏറ്റവും അധികം ഓർമ്മ വരിക. പണ്ടൊക്കെ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പെട്ടെന്ന് കരോള് വരുമ്പോൾ ചാടി എഴുന്നേറ്റ് ആ ഒരു സന്തോഷം പങ്കിടുന്നതാണ് ഓർമ്മ വരിക. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആണുങ്ങൾ മാത്രമായിരുന്നു ക്രിസ്മസിന് കരോളിനായിട്ട് വരിക. പക്ഷെ ഇപ്പൊ ഒരു വ്യത്യാസം കണ്ടിരിക്കുന്നത് ഇപ്പം ഫാമിലി ആയിട്ട് ഇറങ്ങാം. അത് ഫാമിലി ആയിട്ടാണ് ആ ഒരു കരോളിന്റെ സന്തോഷം ഇപ്പൊ പങ്കുവയ്ക്കുക. അതൊരു നല്ല കാര്യമാണ്. പിന്നെ മെയിനായിട്ട് ഓർമ്മ വരുന്നത് പാതിര കുർബാന, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പാതിര കുർബാനയ്ക്ക് പോകുന്നതാണ്. പിന്നെ ഇപ്പം കൂടുതലായിട്ടും ഗെറ്റ് ടുഗദേഴ്സ് ആണ് കൂടുതൽ. പണ്ട് ഉണ്ടായിരുന്ന ജോയിന്റ് ഫാമിലി ഒരു സിസ്റ്റം ആയിരുന്നു. പക്ഷെ ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ ഗെറ്റ് ടുഗദേഴ്സിനൊന്നും സമയമില്ല. പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഗെറ്റ് ടുഗദേഴ്സ്. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അടിപൊളിയായിരുന്നോ സ്കൂളില്? ഗെയിംസ് എല്ലാം കളിച്ച് ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ആകെപ്പെടെ കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പൊ അടിച്ചു വിളിച്ച്. ഓക്കെ, നമുക്ക് എന്താണേലും ഈ ക്രിസ്മസിന്റെ ഈ ആഘോഷത്തിലേക്ക് വരുമ്പോൾ ഞാൻ അത് പറഞ്ഞല്ലോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വൈദികനാണ്, കൗൺസിലറാണ്. എല്ലാവരും ചിരിയോടുകൂടി അല്ലാതെ ഈ ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കലിനെ ഓർക്കാറില്ലല്ലോ. ജോസഫ് പുത്തമ്പുരയ്ക്കൽ അവിടെ തയ്യാറായിട്ടുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കാം. അതിനു മുമ്പ് ഞാൻ അച്ഛനായിട്ടൊന്ന് സംസാരിക്കാൻ തോന്നിയാണ്. അച്ഛാ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. എന്താണെങ്കിലും ഞാൻ എന്റെ പേര് എൽദോ എന്നാണ്. ഞാൻ ഇവിടെ എന്റെ വീട്ടിലത്തെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. അച്ഛന്റെ ക്രിസ്മസ് ആഘോഷമൊക്കെ എന്തായി? ക്രിസ്മസ് പാതിരാ കുർബാന കഴിഞ്ഞു. ആൾക്കാർക്കെല്ലാം കേക്കും ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ ആ ഭാഗം കഴിഞ്ഞു. രാവിലെ വീണ്ടും കുർബാന കഴിഞ്ഞു. പിന്നെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ചെറിയ കേക്കും ഒക്കെ ആയിട്ട് കാണാൻ വരുന്നു. എല്ലാം ഒരു നല്ല സന്തോഷത്തോടെയുള്ള ഒരു ക്രിസ്മസ് ആഘോഷമായിരുന്നു. ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യമുള്ള ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരു മൂഡിലിരിക്കുകയാണ്. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവർക്കും ഈ അച്ഛന്റെ ഇത്രമാത്രം ചിരിപ്പിക്കാനുള്ള ഈ എനർജിയെ പറ്റിയാണ് എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കാറുള്ളത്. ഇത് എവിടെ നിന്നാണ് ഇത്രമാത്രം ഈ ഫലിതവും ഇത്രമാത്രം ചിന്തകളും ഒക്കെ വരുന്നത്? ഒന്ന്, ഒരുപാട് വായിക്കും. വായനയെ കിട്ടുന്ന
ഫലിതങ്ങളൊക്കെ പ്രസംഗത്തിൽ കൊണ്ടുവരും. പിന്നെ എൻ്റെ ഭാവനയിൽ ചാലിച്ച് ഒരു ചെറുതിനെ വലുതായി അവതരിപ്പിക്കും. ഒന്നത്. പിന്നെ രണ്ടാമത് ഒരു പുരോഗതി എന്ന രീതിയിൽ മനസ്സിന് നല്ല സന്തോഷമുണ്ട്, ജനത്തിൻ്റെ വലിയ സപ്പോർട്ടുണ്ട്. അത് നമുക്ക് അല്പം കൂടി ഒരു ത്രില്ല്, ഒരാവേശം തരും. മറ്റൊന്ന് കാര്യമായ അസുഖങ്ങളോ ക്ഷീണങ്ങളോ നമ്മളെ പുറകോട്ട് പിടിച്ചു നിർത്തുന്ന ഒന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ്. പിന്നെ നമ്മൾ ഒരു സാധാരണക്കാരനാണല്ലോ, നമ്മൾ വലിയ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് തട്ടുകടയിൽ കയറും, ചായക്കടയിൽ കയറും, ഒത്തിരി പേരോട് കൂട്ടുകൂടും. അതിൽ ഡ്രൈവേഴ്സുണ്ട്, ചുമട് തൊഴിലാളികളുണ്ട്. അപ്പോൾ സൗഹൃദങ്ങൾ അവരൊക്കെ ചിലപ്പോൾ വെറുതെ പറഞ്ഞൊരു സ്പാർക്ക് പോലുള്ള ജോക്ക്, അത് ഞാനിങ്ങനെ ഉള്ളതുകൊണ്ട് അതെല്ലാം മനസ്സിൽ കുറിച്ച് വെക്കും. അത് എൻ്റെ ശൈലിയിൽ ആവിഷ്കരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അവതരണവും ഈ ഹാസ്യ പ്രാധാന്യവും വരുന്നത്. ഓക്കെ അച്ഛൻ, ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ രാവിലെ ഒരു ഞാൻ എന്റെ വൈഫ് ഹൗസിലാണുള്ളത്. അവിടെ കേക്ക് കട്ട് ചെയ്തു. ഇപ്പൊ ന്യൂസ് 18 പ്രേക്ഷകർ മുന്നിൽ വെച്ച് മൈക്ക് കട്ട് ചെയ്ത് എന്റെ ഫാമിലിയൊക്കെ എവിടെയുണ്ട്, ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ തന്നെയാണുള്ളത്. അപ്പോൾ അച്ഛനും ഈ ഒരു കുടുംബത്തിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷമൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, ഈ പഴയകാല ക്രിസ്മസ്, കുട്ടിക്കാലത്ത് വളരെ ചെറുപ്പത്തിലുള്ള അച്ഛന്റെ ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയായിരുന്നു? അത് ഈ പാതിര കുർബാനയ്ക്ക് പോകുമെന്നതിനപ്പുറം അച്ഛൻ വളരെ സജീവമായി സ്കൂളിലും ക്യാമ്പസുകളിലും ഒക്കെ നിറഞ്ഞിരുന്ന ആളാണെന്നറിയാം. രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു? അന്ന് ക്രിസ്മസ് ഒരു വലിയൊരു ഉത്സവമാണ്. കാരണം അന്നത്തെ ഏറ്റവും വലിയ സന്തോഷം ക്രിസ്മസ് കാർഡുകൾ ലഭിക്കും. വർഷത്തിൽ അകലങ്ങളിലുള്ള ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ നമ്മളെ ഓർക്കുന്ന ഒരു അവസരമാണ് ക്രിസ്മസ്. ഒരു 10-15 കാർഡുകൾ പല കുടുംബത്തിൽ നിന്നും പലയിടത്തു നിന്നും വരുമ്പം ഇത്രയും പേര് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, തിരിച്ചവർക്ക് കാർഡ് അയക്കും. ആ കാർഡുകളൊക്കെ ശേഖരിച്ച് വെക്കും. ഒരു നൂല് കെട്ടി അതിങ്ങനെ തുണി വിരിക്കുന്ന പോലെ അത് തൂക്കിയിടും. അതൊക്കെ കാണുന്നതിൻ്റെ ഓർമ്മകൾ, കാർഡ്, വലിയ സന്തോഷം. ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ ക്രിസ്മസ് കാർഡിൻ്റെ ഓർമ്മ. പിന്നെ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് നടന്ന കരോള് ആലപിക്കുന്ന രീതി, കരോള്. അവിടെ കരോളൊക്കെ ഇങ്ങനെ നടത്തുമ്പോഴത്തേക്ക് ഈ അതിനകത്തൊരു അംഗത്വം കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷം. ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നു, പാടുന്നു. ഞങ്ങൾ കൊച്ചുകുട്ടികൾ മുതിർന്നവർ ഗൈഡ് ചെയ്യും. മേളമായിട്ട് പാട്ടുപാടി വൈകിട്ട് 7 തുടങ്ങി രാവിലെ 6 വരെ, രാത്രി മുഴുവൻ. പിന്നീടാണ് കള്ളന്മാർ പല പല പ്രശ്നം വന്നുവെന്നാണ് അങ്ങനെ ഫുൾ ടൈം കരോളുകൾ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ മാറിയത്. ഇപ്പോൾ കരോൾ ഗാനം, ലീഡർ, ഇപ്പോൾ ഒരു ഒരുമിച്ച് വരുന്നൊരു ഗ്രൂപ്പിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ കാലങ്ങൾ കഴിയുമ്പം എല്ലാം വ്യക്തിയിലേക്ക് തിരിയുകയാണ്. അപ്പം അങ്ങനെയുള്ള ഓർമ്മകൾ ഇന്നൊരു ആവേശമാണ് കരോള്. പിന്നെ നോയമ്പ് വീടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇറച്ചി കഴിക്കാൻ. പാതിരാ കുർബാന കഴിഞ്ഞ് വരുമ്പം പിന്നെ മാംസമൊക്കെ കഴിച്ചു തുടങ്ങാം, മത്സ്യം. അപ്പം ഒരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം കരോളും ഈ കാത്തിരിപ്പും ക്രിസ്മസ് കാർഡും ക്രിസ്മസ് ഭക്ഷണവും ഒരുമിച്ച് കൂടലും എല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു ഒരുമയുടെ ഉത്സവമായിരുന്നു കുട്ടിക്കാലത്തെ ക്രിസ്മസ്. അപ്പം അതൊന്നൊരു ഗൃഹാതുരത്വം പോലെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ക്രിസ്മസ് വരുമ്പോൾ ഒരു അണയാത്ത ആവേശം ഇന്നും ഉള്ളിലുണ്ടാകാറുണ്ട്. ശരി അച്ഛൻ, ഞാൻ എന്റെ വീട്ടില് ഇവിടെ വൈകിയെത്തിയ ഒരു അതിഥി കൂടിയുണ്ട്. ഇത് വിനിച്ചേട്ടൻ ഇവിടുത്തെ മൂത്ത ആളുടെ ഭർത്താവാണ്. ചേച്ചി കുട്ടികളും വന്നിട്ടില്ല. അപ്പം ഹാപ്പി ക്രിസ്മസ്. എന്താണ് ഹാപ്പി ക്രിസ്മസ്? എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? രാത്രി കുർബാനയ്ക്ക് പോയോ? നന്നായിട്ട് ആഘോഷിച്ചു. പക്ഷേ ഡ്യൂട്ടി ഉണ്ടായത് കാരണം ക്രിസ്മസ് കരോളൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നതാണല്ലേ? വരുന്ന വഴിയാണ്. ഓക്കെ. അപ്പൊ എല്ലാവരോടും ഞങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത്, അതായത് ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, ഫോക്കസ് ചെയ്ത് ജീവിച്ച ഒരാളാണ് അദ്ദേഹം. ഈയിടെ കാലത്ത് ഈ സമയത്ത് അങ്ങേർക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ വളരെ സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണത്. അത്രയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാള്, ഞാൻ പറഞ്ഞല്ലോ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നു എന്നർത്ഥം ഉദ്ദേശിക്കുന്നത് കൂടുതൽ ജോലിനെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അപ്പൊ എന്തായാലും കുട്ടികളോടൊക്കെ ക്രിസ്മസ് വിഷു തരണം കേട്ടോ. നമുക്ക് കാണാം.
അപ്പം ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് വീട്ടിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്നതിന്റെ ഭാഗമായതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കൊന്ന് അവിടെ പോയത്. ഈ കുടുംബത്തെ കൗൺസിൽ ചെയ്യുന്നതിനാണല്ലോ ഒരു എക്സലൻസ് എന്നല്ല അച്ഛൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. LLB എടുത്തപ്പോൾ സഭയ്ക്ക് ഇത്തരത്തിലൊരു ആവശ്യം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണല്ലോ LLBയിലേക്ക് പോയത്. അപ്പോ ഈസിയാണോ ഈ ടാസ്ക്? ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യനെ ഭർത്താവിനെ ഉപദേശിക്കുക എന്നുള്ളത് അത്ര എളുപ്പമാണോ? അതിപ്പോൾ നമ്മൾ ഓർക്കുന്ന പോലെ എല്ലാം സംഭവിക്കണമെന്നില്ല. എന്നാലും ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം കോടതിയിൽ പോയ പല കേസുകളും കോടതിക്ക് പുറത്ത് ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ പോകാൻ ആഗ്രഹിച്ചവരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഈ തിരുവനന്തപുരം ലോ അക്കാഡമിയിലാണ് LLB എടുത്തത്. അപ്പോൾ LLB എടുത്തത് കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാകാൻ വേണ്ടി ആയിരുന്നില്ല. പ്രത്യേകിച്ച് നിയമത്തിൻ്റെ അറിവും ഒരു പിൻബലവും ഉള്ളപ്പം കുടുംബ കേസുകളിൽ അല്പം കൂടെ സജീവമാകാൻ പറ്റും. ഒരു സാധാരണ അച്ഛൻ പറയുന്ന ഒരു ഉപദേശത്തിനപ്പുറം നിയമത്തിൻ്റെ ബലവും കൂടി കൂട്ടി പറയുമ്പം അതിന് ഈടുണ്ട്. ഇപ്പം എന്നോടൊക്കെ പഠിച്ച പല അഡ്വക്കേറ്റ്മാരും കോടതികളിലുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയൊക്കെ എന്തെങ്കിലും വലിയ ഇഷ്യൂ വരുമ്പം ഞാൻ അവർക്ക് റെഫർ ചെയ്യും. അവരുടെ ചില കേസ് എൻ്റെ അടുക്ക് പോയി പരിഹരിക്കാൻ പറയും. അപ്പം അങ്ങനെയുള്ള രീതികൾ. അപ്പം നമ്മൾ അതിനുവേണ്ടി വായിച്ചു കൂട്ടും, ക്ലാസ്സുകൾ എടുക്കും. പിന്നെ പല പല കൗൺസിലിങ്ങിൽ കിട്ടുന്ന ജീവിതാനുഭവങ്ങൾ അത് ചേർത്ത് വെക്കും. അപ്പം അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ മേഖലയിൽ നമുക്ക് ഭംഗിയായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും. ഈ പറഞ്ഞ എളുപ്പമല്ല, പക്ഷെ നമുക്ക് ഒത്തിരി സഹായിക്കാൻ പറ്റും. ഓക്കെ അച്ഛാ, മറ്റൊരു കാര്യം, ഈ ഭാര്യമാരെ കൗൺസിൽ ചെയ്യുന്നതാണോ ഭർത്താക്കന്മാരെ കൗൺസിൽ ചെയ്യുന്നതാണോ എളുപ്പം? ഇതിൽ അച്ഛൻ കൂടുതലും ഈ പ്രസംഗങ്ങളിലൊക്കെ ഒന്ന് കൊട്ടാറുണ്ട് കൂടുതൽ സ്ത്രീകളെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എളുപ്പം ആരെ ഹാൻഡിൽ ചെയ്യാണ്? അത് കൗൺസിലിങ്ങിൽ മുഴുവൻ തുറന്നു പറയുന്നത് സ്ത്രീകളാണ്. ആണുങ്ങൾ മുക്കിയും മൂടിയൊക്കെ പറയും, ഒരുമിച്ചാണ് പറയും, നീ പറയടി എന്നും പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കുക. കാരണം അത് ആണുങ്ങളുടെ നേച്ചറിതാണല്ലോ. കാരണം നമ്മൾ പറയും ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്കുകൾ പറയും. അത് ആക്ഷൻ, ഗോഷ്ഠി, ചേഷ്ട എല്ലാമായിട്ട്. സ്ത്രീ 14,000 വാക്ക് പറയും. അതവളുടെ രീതിയാണ്. അപ്പോൾ വർത്തമാനം പറച്ചിലിൽ ആണുങ്ങൾ പുറകോട്ടാണ്. കൗൺസിലിംഗ് വരുമ്പോഴും ഒരു മൗനം പാലിക്കുന്ന രീതി ആണുങ്ങളിലുണ്ടാകാറുണ്ട്. സ്ത്രീ തുറന്ന് പറയും. പക്ഷേ ഒരു കേസ് പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ആണുങ്ങളെയാണ്. സ്ത്രീകൾ പിന്നെ ഒരു വൈകാരിക മുറിവ് ഉള്ളതുകൊണ്ടാകാം പിന്നെയും അതിനെക്കുറിച്ച് കൂടുതൽ പറയും. ആണുങ്ങൾ അതങ്ങനെ അങ്ങ് നിർത്തും. അപ്പം തുറവി സ്ത്രീകൾക്കാണ്. പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അല്പം കൂടെ വേദന തിങ്ങി വീണ്ടും പറയുന്നത് പെണ്ണുങ്ങളാണ്. കാരണം അവരുടെ വൈകാരിക തലത്തിൻ്റെ മുറിവിലാകാം. അത് മാറി മാറി വരും, ചിലത്ത് ആണുങ്ങൾ ചിലത്ത് പെണ്ണുങ്ങൾ. അപ്പം നമ്മളൊരു കുറേയേറെ കേസൊക്കെ നമ്മൾ ഡീൽ ചെയ്ത് കഴിയുമ്പം ഏറെക്കുറെ നമുക്ക് ഊഹിക്കാം എന്ത് എങ്ങനെയെന്നുള്ളത്. അപ്പം ആ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നതും കേസുമായിട്ട് ഡീൽ ചെയ്യുന്നതും. ശരി. അപ്പൊ അച്ഛൻ എന്നാലും പ്രഭാത ഭക്ഷണത്തിലേക്കൊക്കെ ഒന്നും വന്നില്ലാന്ന് തോന്നുന്നു. ഞാൻ എന്താണെങ്കിലും ഈ പ്രഭാത ഭക്ഷണത്തിലെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു പ്രേക്ഷകരോട്. ഈ നമുക്ക് കഴിക്കുന്ന അതെ ഇവിടെ കഴിക്കാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞു. മൊത്തം എല്ലാം കയറി ഇരുന്നു ഓൾറെഡി. എന്തൊക്കെയാ സ്പെഷ്യൽ എന്ന് നോക്കട്ടെ. ഇത് പ്രഭാത ഭക്ഷണത്തിന്റെ സംഭവം മാത്രമാണ്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ദസ്യച്ചി, ഇത് എന്തൊക്കെയാ ഇന്നത്തെ വിഷയം? ഇതെന്താ? ഇത് പിടിയാണ്. പിടി. ഇത് പിടിയാണ്. നമ്മുടെ ഈ ഒരു പക്ഷേ ഇങ്ങനെ ഈ അരി കൊണ്ടല്ലേ, അരി ഉണ്ടയാക്കിയിട്ട് അമ്മ ഈ പിടിയുടെ ഒരു പറഞ്ഞു ചെയ്തു. ഇതെങ്ങനെയാ പിടി ഉണ്ടാക്കുന്നത്? പിടി ഉണ്ടാക്കണ പൊടി തേങ്ങ ചിരണ്ടിയിട്ട് ഇളക്കി വറുത്ത് പൊടി അടുപ്പത്ത് വെച്ച് വറുക്കും, ചുമക്ക വറുക്കും. എന്നിട്ട് കുഴച്ച് ഉരുട്ടും, അങ്ങനെ ഉരുട്ടും. ഓക്കെ, ഇങ്ങനെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കും. എന്നിട്ട് പിടി ഇങ്ങനെ ഈ ചിക്കൻ കറി കൂട്ടി അല്ലെങ്കിൽ നല്ല ബീഫ് വറുത്തരച്ച് കൂട്ടി കഴിക്കാം. ചിക്കൻ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് പെപ്പർ ഫ്രൈ ഉണ്ട്,
അപ്പൊ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. ലഞ്ച് നമുക്ക് പിന്നാലെ വരാം. എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, നിങ്ങൾ കഴിച്ചോട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഡൈനിങ് ടേബിളിലെ ബ്രേക്ക്ഫാസ്റ്റ് കാഴ്ചകൾ. അപ്പൊ എല്ലാവരും കഴിക്കും. ഞാനപ്പോ ആ സമയത്ത് ഞാൻ അച്ഛനോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അച്ഛൻ, ഇവിടെ എല്ലാവരും കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഈ ഇത്രയും നാളത്തെ കൗൺസിലിംഗിന്റെ ഇടയിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പറയാമോ? ഈ എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി പറഞ്ഞ, അല്ലെങ്കിൽ നേരത്തെ അച്ഛൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിരുന്നു, ഞാൻ നല്ല ഒരു പ്ലെയർ അല്ല, പക്ഷെ നല്ലൊരു റഫറി ആണ് എന്ന്. അപ്പോ മറക്കാൻ പറ്റാത്ത ഒരു റഫറിങ് മൊമെന്റ് ഇതിങ്ങനെ ഒരുപാട് കേസുകളെല്ലാം അല്പസ്വല്പം രസമായിട്ടൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നും. പക്ഷെ അവർക്കത് വേദന. അങ്ങേയറ്റം വഴക്കുണ്ടാക്കി, ബഹളമുണ്ടാക്കി, അത് കേസിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്ന അവസരത്തിൽ ഒരു ഭർത്താവും ഭാര്യയൊക്കെ വന്നു. രണ്ടുപേരും ഇങ്ങനെ വീർപ്പിച്ച് പെരുവും പോലെ സ്വന്തം ഈഗോ ഇങ്ങനെ പൊലിപ്പിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, ചുമ്മാ ഭാര്യയോട് ഒരു സോറി പറഞ്ഞാൽ അവൾ അയവെന്നാണ് തോന്നുന്നത്. കെട്ടിയവൻ റെഡിയായിരുന്നു, ഒരു സോറി പറഞ്ഞു, പ്രശ്നം അങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് അവർ സെറ്റിലായിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞ് അവരെനിക്കൊരു ചെറിയ ട്രോളി ബാഗുമായിട്ട് വന്നു. എന്നിട്ടൊരു അച്ഛൻ ഈ ബാഗിൽ തള്ളിക്കൊണ്ട് എവിടെയെല്ലാം പോകുമോ അപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് തള്ളിയതിൻ്റെ ഓർമ്മയായിട്ടിരിക്കണം. അപ്പം ഞാൻ ധ്യാനത്തിന് പോകുമ്പോൾ ഇന്നും ആ ബാഗ് കൊണ്ടുപോകാറുണ്ട്. ആ ബാഗ് കാണുമ്പോൾ ഓർക്കും പിരിഞ്ഞു പോയവരെ ഒന്ന് ഒട്ടിപ്പിച്ച് വിട്ടു, അവർ പുറകോട്ട് മാറി ജീവിതത്തിൽ നിന്ന് ഉന്തി വിട്ടു. ആ ഉന്തും തള്ളും ബാഗ്യെ തള്ളുമ്പം ഇന്നും ഓർക്കാറുണ്ട്. അത് പരിഹാരമായതിൻ്റെ സന്തോഷമുണ്ട്, ഈ ബാഗ് കാണുമ്പോൾ ഒരു ഓർമ്മയുമുണ്ട്. ഓക്കെ, ഇതൊരു ഇനി ഈ കാപ്പിപ്പൊടി അച്ഛൻ എന്ന് വിളിക്കുന്നതാണോ അതോ ഫാദർ ജോസഫ് പുത്തമ്പുരക്കൽ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? ഈ ആളുകൾക്കിടയിൽ കൂടുതൽ കാപ്പിപ്പൊടി അച്ഛൻ എന്നുള്ള വിളിപ്പേരാണ്. ക്രിസോസ്റ്റം തിരുമേനി ഇട്ടതാണെന്നാണ് എനിക്ക് ഓർമ്മ, ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഈ അങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷമാണോ അതോ ഒരു പരിഭവം തോന്നാറുണ്ടോ? മുഖം ഒന്ന് കടുപ്പിക്കാറുണ്ടോ? അല്ല, അങ്ങനെ തോന്നുകയല്ല. കാരണം പള്ളികളിൽ ഞാനായിരിക്കുന്നിടത്തും ധ്യാനത്തിന് ചെന്നിടത്തും എല്ലാം പുത്തമ്പുരയ്ക്കൽ അച്ഛൻ, ജോസഫ് അച്ഛൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് കാപ്പിപ്പൊടി അച്ഛൻ. ഒരുപക്ഷെ ജാതിമതങ്ങൾക്ക് അപ്പുറത്തായിട്ടുള്ള ഒരു വിളിപ്പേരായിട്ട് തോന്നുന്നു. ഒരു ഓക്കെ, അപ്പം സമൂഹത്തിൽ എല്ലാവരും സ്നേഹിക്കുന്നല്ലോ, എന്തു വിളിച്ചാലും. ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷമുള്ളൂ. കാരണം ഇനി മാറ്റിയാലും മാറിയല്ല, സോഷ്യൽ മീഡിയ ആ പേര് ഇട്ടു, അതിൽ അറിയപ്പെടും. ഇപ്പം പുത്തമ്പുരയച്ചൻ പ്രസംഗം എന്ന് പറയുമ്പം പലരും ആരാന്ന് ചോദിക്കും. കാപ്പിപ്പൊടിയച്ചൻ എന്ന് പറയുമ്പം എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആ വിളിപ്പേരിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷവും. ഓക്കെ, ഈ ഞാൻ കാര്യം ചോദിക്കട്ടെ, സോഷ്യൽ മീഡിയ കാര്യം പറഞ്ഞപ്പോഴാണ്, സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് അച്ഛൻ ഇത്ര സൂപ്പർ ഹിറ്റായത്. അച്ഛൻ ഇങ്ങനെ വൈറലായി മാറുന്ന ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല യൂട്യൂബിലൊക്കെ നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള നല്ല പേജൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്ട് അച്ഛൻ എന്താ തോന്നി പേഴ്സണലി, വ്യക്തിപരമായിട്ട്? അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും. ഓർക്കാത്ത ജനതകളിൽ നമ്മുടെ സ്വരം ചെന്ന് ചേരും, മുഖവും ചെന്ന് ചേരും. അതുകൊണ്ട് എന്ത് കാര്യം ഇപ്പോൾ എളുപ്പമാണ്. എവിടെ ചെന്നാലും, ഒരു ഓഫീസിൽ ചെന്നാൽ പോലും ഒത്തിരി കാര്യങ്ങൾക്ക് എളുപ്പമാണ്. എല്ലായിടത്തും ഉണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരിപ്പം പിന്നെ എമിഗ്രേഷനിൽ ചെല്ലുമ്പം അവിടെയുണ്ട്. എന്നുവെച്ചാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. ആ രീതിയിൽ ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് ഒന്നിനുമില്ല, എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളുമുണ്ട്. മറുവശം നമുക്കൊരു സ്വകാര്യ ജീവിതമില്ല, ഒരു പ്രൈവസി പൂർണ്ണമായിട്ട് പോയി. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാലും ഒരു 5-6 പേര് അവിടെയും കൂടും. അച്ഛൻ കഴിച്ചിട്ട് മതി ഒരു സെൽഫി, ചിലവർ ഒന്ന് എഴുന്നേറ്റിരിക്കാവോ ഒരു സെൽഫി. ആ രീതിയിൽ നമുക്ക് പ്രൈവസി ഒട്ടുമില്ല, ഒരു പൊതു സ്വത്ത് പോലെ നമ്മളങ്ങായി. അതേ ഉള്ളൂ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുക. പക്ഷെ എന്നാലും അതിനപ്പുറത്താണ് ജനകീയ പിന്തുണയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനവും. പിന്നെ ഏതൊരു കാര്യത്തിൽ
ഒരു കമൻ്റൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് ലക്ഷങ്ങളിലേക്ക് എത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. അതാണ് വ്യത്യാസം. ശരി ശരി അച്ഛാ, ഒരുപാട് സന്തോഷം ന്യൂസ് 18 കേരളത്തിനൊപ്പം ഈ പ്രഭാത കേരളത്തിൽ പങ്കുചേർന്നതിന്. എന്താണെങ്കിലും അച്ഛന് എല്ലാവിധ ആശംസയും നേരുന്നു. അച്ഛന്റെ ഒരുപാട് വൈറലായി മാറട്ടെ അച്ഛൻ. അപ്പൊ ഒരുപാട് സന്തോഷം നമ്മോടൊപ്പം ചേർന്നതിന്. താങ്ക് യു. അപ്പൊ എന്താണെങ്കിലും ഇവരുടെ ഭക്ഷണം ഒക്കെ സജീവമായി ഓക്കെ. ഇങ്ങനെ ഈ പരിപാടി പെർമനന്റ് ആയിട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഒരു വേറെ ചോദ്യം കൊണ്ട് ചോട്ടെ, എപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ